അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. സമാദരണീയരായ അധ്യക്ഷരെ, സമ്മാനദാനം നിർവഹിച്ചുകൊണ്ട് സംസാരിച്ച ആദരണീയനായ സുഹൃത്ത് യൂസുഫ് മദനി, ആമുഖ ഭാഷണം നിർവഹിച്ച പ്രിയ സുഹൃത്ത് മുജീബ് സലാഹി, KNM, ISM, MGM, MSM എന്നിവയിലെ സാരഥികളെ, സഹപ്രവർത്തകരെ, ഈ ഖുർആൻ പഠനത്തിന് തുടക്കം കുറിക്കുന്ന സദസ്സിന് സാക്ഷികളാകാൻ ഇവിടെ സന്നിഹിതരായ പ്രിയ സഹോദരികളെ, സഹോദരങ്ങളെ, അധ്യക്ഷ ഭാഷണത്തിൽ കുഞ്ഞലവി സ്വലാഹി സൂചിപ്പിച്ചതുപോലെ വളരെ പ്രാധാന്യമുള്ള ഒരു സദസ്സിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ കുട്ടികളെയും ചെറുപ്പക്കാരെയും സഹോദരി സഹോദരങ്ങളെയും ഒക്കെ ഇന്നിവിടെ എത്തിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നാം ഒത്തുകൂടിയിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന് വെളിച്ചം പകരുന്ന പരിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിന് ഒരു പുനരാരംഭം കുറിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനാണ്. അത്തരം ഒരു ചിന്ത പോലും പ്രതിഫലാർഹമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. അല്ലാഹുവിന് ചില ആളുകളുണ്ട്,
അത് അള്ളാഹുവിൻ്റെ സവിശേഷമായ പരിഗണനയും സ്നേഹവും ലഭിക്കുന്ന ആളുകളാണ്. പ്രവാചകൻ ആമുഖമായി ഇത്രയും പറഞ്ഞപ്പോൾ ഖാലു, സ്വഹാബികൾ ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ് മൻഹും, പ്രവാചകരെ അങ്ങ് ഉദ്ദേശിച്ച ആ സവിശേഷമായ ആളുകൾ, അള്ളാഹുവിൻ്റെ ആളുകൾ ആരാണ്? ഖാല, പ്രവാചകൻ അതിനു മറുപടി പറഞ്ഞത്, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിൻ്റെ ആളുകളാണ്. വഹാസത്തു, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സ്നേഹത്തിനും അംഗീകാരത്തിനും വിധേയരാകുന്ന ആളുകളുമാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ പെടാനാണ് നമ്മളൊക്കെ മനസ്സ് വെക്കേണ്ടത്. മഗ്‌രിബിൻ്റെ ഇടയിൽ 1 മണിക്കൂർ, ഒറ്റ മണിക്കൂർ, ജീവിതത്തിൽ ഒരു ദിവസം 24 മണിക്കൂർ കിട്ടുന്നുണ്ട് നമുക്ക്. സർ, ആഴ്ചയിലല്ലേ? ആഴ്ചയിൽ ഒരു ദിവസം. സുബ്ഹാനല്ലാഹ്, 24 × 7 എത്രയും നിങ്ങൾ കൂട്ടിക്കോളി. ഒഴിവുള്ളപ്പോൾ കൂട്ടി വയ്ക്കിയാൽ മതി, ഇപ്പം കൂട്ടാൻ നിൽക്കണ്ട. 24 മണിക്കൂറുണ്ടല്ലോ, 7 ദിവസവും ഉണ്ട്. 7 × 24 എത്ര മണിക്കൂറുണ്ടാവും? അതിൽ 1 മണിക്കൂറാണ് അള്ളാൻ്റെ കലാമൊന്ന് പഠിക്കാനും അത് ശ്രദ്ധിക്കാനും നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. അതിന് നമുക്ക് ഒഴിവില്ല എന്ന് പറഞ്ഞാൽ, ഈ ഖുർആന് തിരിഞ്ഞു നോക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഒഴിവ് നമ്മൾ ഉണ്ടാക്കലാണ്. ഒരു പക്ഷേ ആ ക്ലാസ് വെക്കണ അന്നാവും വിരുന്നും ബന്ധും കല്യാണവും മുടിയളിയിച്ചലും, വേറെന്താ, അതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കൂടെ അന്നാ വരിക. എന്താണെന്നറിയില്ല, വരാനുള്ളൊരു മടി ഉണ്ടെങ്കിൽ ഇതൊക്കെ കൂടെ അന്ന് വരും. അതല്ല, ഇതൊക്കെ കൂടി ഇത്രത്തോളം വേറെയും വന്നാലും ഇതിന് പങ്കെടുക്കണമെന്ന് വിചാരിച്ചാലോ, നമ്മൾ പറയുങ്ങൾ അവിടെ ഇരിക്കി, 1 മണിക്കൂർ എനിക്കൊന്ന് ഖുർആൻ പഠിക്കാണ്ട് ഞാനൊന്ന് പോയി വരാം. അപ്പം നമുക്ക് സമയം ഉണ്ടാവും. ഇനിയിപ്പോൾ മരിച്ചാൽ ഇത്രയൊന്നും നേരം വേണ്ട കേട്ടോ, 1 മിനിറ്റ് മതി, അല്ലെങ്കിൽ 1/2 മിനിറ്റ് മതി. എന്നുവെച്ചാൽ കയ്യിൽ ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന ചോറ്റിൻ്റെ ഉരുള തൊള്ളയ്ക്ക് കൊണ്ടോണീന് മുമ്പ് മരിച്ചവരുണ്ട്, നമ്മളെ അനുഭവത്തിലുണ്ട്. കയ്യിലിങ്ങനെ ചോറ്റുള്ള ഇങ്ങനെ ഉരുട്ടിയിട്ട് കയ്യിലിങ്ങനെ പിടിച്ചിട്ട് കൊണ്ടോണീൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മുറ്റത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചു, ആരാണ് ആ വന്ന് നിൽക്കണത് എന്ന്. ആരായിരിക്കും? മരിച്ചണോനെ അത് കാണുള്ളൂ, മരിച്ചാത്തവർ കണ്ടോളണമെന്നില്ല. അങ്ങനെ നോക്കി നിന്നിട്ട് ആ ചോറ്റുള്ള കയ്യിൽ വെച്ചിട്ട് കസേരയിൽ നിന്നാണ് മറിഞ്ഞ് വീഴുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു പുതുമുള്ള മരണമല്ല അന്ന് ഇത്തരം മരണങ്ങൾ. ഒതുർത്തിട്ട് നിസ്കരിക്കാൻ വേണ്ടി ബാങ്കിന് കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് റോട്ടിൻ്റെ അപ്പൊളിയിൽ നിൽക്കുന്ന പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഒതുർത്തിങ്ങനെ ഇരിക്കണീൻ്റെ അടിയിൽ ഭാര്യ ഒന്ന് ഇങ്ങനെ കുലുക്കിയിട്ട് ചോദിക്കണം, നിങ്ങളപ്പോത്തിന് ഉറങ്ങിയോ, ബാങ്ക് കൊടുത്തല്ലോ, നിങ്ങൾ നിസ്കരിക്കാൻ പോണില്ലേ എന്ന്. അപ്പോഴാണ് മറിഞ്ഞു വീഴുന്നത്. അങ്ങനെ പോണം എന്നുള്ള ആ ചിന്തയിൽ നിൽക്കണ സമയത്ത് മരണം നമ്മളെ പിടികൂടുകയാണ്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. വലിയ മേനി പറയുന്നുണ്ടല്ലോ, ആനയാണ്, തോട്ടിയാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതൊക്കെ എൻ്റെ നിയന്ത്രണത്തിലാണ്, എന്തെല്ലാം വൽപ്പത്തരം പറച്ചിലുണ്ട് നമ്മൾ. അള്ളാൻ്റെ ഒരു ചോദ്യമുണ്ട്. എന്നിട്ട് ആ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തി നിൽക്കുന്ന സമയത്ത് എന്തേ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ പോയത്? സത്യത്തിൽ വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ,
ഏതൊരാളെക്കാളും അടുത്ത് സമീപസ്ഥമായ മരിക്കാൻ നിൽക്കുന്ന മനുഷ്യന്റെ സമീപസ്ഥനായി ആരുണ്ട്? പടച്ചോനുണ്ട്. വലാക്കില്ലാത്ത ബുസിറുൻ, നിങ്ങൾക്ക് കാണാൻ പറ്റണില്ല എന്നേ ഉള്ളൂ. ഫലൗലാ ഇൻ കുന്തും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുന്തും സാദിഖീൻ. എന്നിട്ടും നിങ്ങൾ ഇത്രയും ശക്തവാന്മാരാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന അംഗീകരിക്കാൻ തയ്യാറില്ലാത്തവരാണ്, അതിനൊക്കെ അപ്പുറത്ത് കഴിവും പ്രാപ്തിയും നടിക്കുന്നവരാണ് എങ്കിൽ എന്തേ നിങ്ങൾക്ക് ആ മരണത്തിൻ്റെ പിടുത്തത്തിൽ നിന്ന് നിങ്ങൾക്കൊന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വരാൻ കഴിയാത്തത്? ഇല്ല, കഴിയില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. ദിഖാത്തു ഖൽബുൽ മറി ഖായിലത്തുൽ ലഹു ഇന്നൽ ഹയാത ദഖായിഖും വസവാനി. ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഓരോ മിടിപ്പും അവനോട് മന്ത്രിക്കുന്നുണ്ട്, മനുഷ്യ, ഇന്നൽ ഹയാത ദഖായിഖും വസവാനി, നിന്റെ ജീവിതത ഈ ഹൃദയത്തിന്റെ മിടിപ്പുകൾ സൂചിപ്പിക്കുന്നത് പോലെ സെക്കൻഡുകൾ മാത്രം, അല്ലെങ്കിൽ മിനിറ്റുകൾ മാത്രം. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. നീറ്റിലെ പോളക്കു തുല്യമാം ജീവനെ പോറ്റുവാൻ എത്ര ദുഃഖിക്കുന്നു മനുഷ്യർ എന്ന് മലയാളി കവി സൂചിപ്പിച്ചതുപോലെ നീറ്റിലെ പോളയാണ് ജീവിതം എന്ന് പറഞ്ഞത്. പെട്ടെന്നുണ്ട് ആ കുമിളകൾ പൊടിഞ്ഞ് അപ്രത്യക്ഷമാകാൻ. ആ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാനാണ് മനുഷ്യന്മാർ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് മരണം അവനെ പിടികൂടുന്നത്. ആ ഓരോ മനുഷ്യന്റെ മരണവും നമുക്കൊരു മൗഇളത്താകണം, ഒരു ഇളത്താകണം, ഒരു പാഠമാകണം എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പല മയ്യത്തിനടുത്ത് വെച്ചും ബോധരഹിതനായി വീണിട്ടുണ്ട്. മുഖത്ത് വെള്ളമൊക്കെ കുടഞ്ഞ് ആളുകൾ ഇങ്ങനെ എണീറ്റിരുത്തിയിട്ട് ചോദിക്കണ ഒരു ചോദ്യമുണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട്, ഉസ്മാൻ, എന്തേ താങ്കൾക്ക് പറ്റി? അദ്ദേഹം പറയും, അള്ളാഹുവിൻ്റെ റസൂല് പലപ്പോഴും പറഞ്ഞത് കേട്ടിട്ട് പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഈ മരണമെന്ന് പറയുന്നത് ആഖിറത്തിലേക്കുള്ള ഒരു കവാടമാണ്, ശാശ്വതമായ പരലോക ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതല്ല ജീവിതം. വലൽ ആഖിറത്തു ലഹിയൽ ഹയവാൻ. സത്യത്തിൽ ജീവിതം എന്ന് പറയുന്നത് ആ ആഖിറത്താണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലേക്കുള്ള ആദ്യത്തെ കവാടമാണ് മരണം. മരിക്കുന്നതോടുകൂടിയല്ല അവസാനിക്കുകയല്ല, പിന്നെ പുതിയ ശാശ്വതമായ ഒരു ജീവിതത്തിൻ്റെ ലോകത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ് അവിടെ. ആ പോണ പോക്കില് നമ്മളെടുത്ത് എന്തെങ്കിലും ഒന്ന് വേണം. അതെന്താകണം? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമ് തന്നെയാകണം നമുക്ക് കൂട്ട്. ആ ഖുർആനുമായുള്ള ബന്ധമാണ് സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി നമ്മളെ ബന്ധിപ്പിക്കുന്നത്. ഹബ്ലുല്ലാഹിൽ മതീൻ എന്ന് ഹദീസുകളിൽ വന്നത് ഈ വിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ്. സർവശക്തനായ റബ്ബുമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന ശക്തമായ ഒരു പാശമാണത്, ഒരു കയറാണത്. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഫളായിലുൽ ഖുർആൻ എന്ന അധ്യായത്തിൽ പരാമർശിക്കപ്പെട്ട ഒരു ഹദീസ്, എന്താണ് വിശുദ്ധ ഖുർആൻ എന്ന് കൃത്യമായി ഒരു വിശ്വാസിയെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്താണത്? കിതാബുല്ലാഹ്, അല്ലാഹുവിൻ്റെ ഗ്രന്ഥം. ഫീഹി നബഉ മൻ ഖബ്ലകും, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ ഒരുപാട് ആളുകളുടെ വൃത്താന്തം ആ ഖുർആനിലുണ്ട്. വഖബറു മാ ബഅദകും, അതുപോലെ തന്നെ നിങ്ങളുടെ ശേഷം വരാനിരിക്കുന്ന ആളുകളുടെയും
വൃത്താന്തങ്ങള് ആ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വഹുകുമു മാ ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള കാര്യങ്ങളുടെ ഒരു വിധികർത്തൃത്വം നടത്തുന്നതും അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനാണ്. ഹുവൽ ഫസ്ൽ, അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും തീർച്ചപ്പെട്ട കാര്യങ്ങളാണ്. ലൈസ ബിൽ ഹസിൽ, അതൊരിക്കലും ഒരു തമാശയല്ല. പ്രവാചകൻ ഓർമ്മിപ്പിച്ചു, മൻ തറകഹു മിൻ ജബ്ബാർ ഖസമഹുല്ലാഹ്, ധിക്കാരം മൂലം ആരെങ്കിലും ആ ഖുർആൻ ഉൾക്കൊള്ളാനും പഠിക്കാനും മനസ്സിലാക്കാനും അത് പാരായണം ചെയ്യാനും സമയം കാണാതെ അത് മാറ്റിവെക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ശിക്ഷിക്കും. വമൻ ഇബ്തഗൽ ഹുദാ ഫീ ഗൈരി, ആ ഖുർആൻ മാറ്റിവെച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നിന്നോ അല്ലെങ്കിൽ വെളിപാടിൽ നിന്നോ മറ്റു മാർഗങ്ങളിലൂടെയോ തൻ്റെ ശരിയായ ഹിദായത്തിന്റെ പാത തെരഞ്ഞെടുക്കാൻ ഖുർആൻ ഒഴിവാക്കിയിട്ടാണ് അയാൾ ശ്രമിക്കുന്നത് എങ്കിൽ അല്ലാഹു അയാളെ വഴിപിഴപ്പിക്കാതിരിക്കുകയില്ല. കാരണം ഹുവ ഹബ്ലുൽ മതീൻ, ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ബലിഷ്ഠമായ ഒരു കയറാണ്, പാശ്യമാണ്. ഹക്കീം, യുക്തിഭദ്രമായ ഒരു ഉത്ബോധനമാണ് ഖുർആൻ. മുസ്തഖീം, ഒരു മനുഷ്യൻ എങ്ങനെ ചരിക്കണം, എങ്ങനെ മുന്നോട്ട് ഗമിക്കണം എന്നതിന് ആ നേരെ ചൊവ്വ കൃത്യമായ പാത പഠിപ്പിക്കുന്നതും വിശുദ്ധ ഖുർആൻ തന്നെയാണ്. വലാ യശ്ബഉ മിൻഹുൽ ഉലമാ, പണ്ഡിതന്മാർ ഇന്നേ വരെ പഠിച്ചു തീർന്നിട്ടില്ല ഈ ഗ്രന്ഥം. വലാ യഖ്ലുഖു അലാ കസ്റത്തിർ റദ്ദ്, വലാ യഖ്ലഖു അലാ കസ്റത്തിർ റദ്ദ്, ഏതെങ്കിലും നിലക്ക് ഇത് പഴയതായിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടില്ല. വലാ തൻഖലി അജായിബു, അതിൻ്റെ അത്ഭുതങ്ങൾ ഒരിക്കലും അവസാനിക്കാനും പോകുന്നില്ല. മൻ ഖാല ബിഹി സദഖ, ആരാണോ ആ ഖുർആൻ കൊണ്ട് സംസാരിച്ചത് അവനാണ് സത്യം പറഞ്ഞവൻ. വമൻ അമില ബിഹി ഉജ്ർ, ആരാണോ ഖുർആൻ കൊണ്ട് കർമ്മനിരതരാകാൻ ശ്രദ്ധിച്ചത് അവരാണ് പ്രതിഫലാർഹർ. വമൻ ഹകമ ഉദിൽ, ആരാണോ ഈ ഖുർആൻ കൊണ്ട് വിധി പറയുന്നത് അവനാണ് നീതി പാലിച്ചത്. വമൻ ദഅ ഇലൈഹി, ആ ഖുർആനിലേക്ക് ആരാണോ ക്ഷണിക്കുന്നത് ഹുദിയ, അവന് മാർഗദർശനം നൽകപ്പെട്ടു. ഇലാ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ പാതയിലേക്ക്, സൽപന്താവിലേക്ക്. ഏതാണ്ട് എല്ലാ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും വളരെ ഹ്രസ്വമായി സംക്ഷിപ്തമായി പരാമർശിക്കപ്പെട്ട ഒരു ഹദീസ് വചനമാണ് ഇമാം തിർമിദി ഉദ്ധരിക്കുന്നത്. വേറെയും മുഹദ്ദിസുകൾ ഈ ഹദീസ് ഉദ്ധരിച്ച് കാണാൻ കഴിയും. അപ്പോൾ അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു ഗ്രന്ഥം, ലോകത്ത് ഇന്നും ജീവിക്കുന്ന നിലനിൽക്കുന്ന ഏക അമാനുഷികമായ ദൃഷ്ടാന്തം മിറാക്കിൾ ഖുർആനാണ്. ആ ഖുർആനിനെ അതിജയിക്കാൻ ഇന്നും ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. അന്ന് മുതൽ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എന്ന് ഖുർആൻ അവതരിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ ആ ഖുർആനിനെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്നും ഏറെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഖുർആൻ പഴഞ്ചനാണ് എന്ന് പറയാൻ, ഖുർആനിന്റെ വിധിവിലക്കുകൾ കാലഹരണപ്പെട്ടിട്ടുണ്ട് എന്ന് സമർത്ഥിക്കാൻ, ഖുർആനിന്റെ സാഹിത്യങ്ങളിൽ അപാകത സംഭവിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ, അത് അള്ളാഹുവിന്റെ കലാമല്ല എന്ന് മൊത്തത്തിൽ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ എമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇന്നും ഖുർആനിന്റെ ആ വെല്ലുവിളി മനുഷ്യന്റെ മുമ്പിലുണ്ട്. കഴിയുന്നുണ്ടെങ്കിൽ ആദ്യം ഖുർആൻ വെല്ലുവിളിച്ച് ഇതേമാതിരി ഖുർആൻ കൊണ്ടിരുന്ന പിറ്റേന്ന് തന്നെ വെല്ലുവിളിച്ചില്ല, 10 സുഹൃത്ത് കൊണ്ടിരുന്നു. കാരണം വരെ ഒന്ന് കൊണ്ടരട്ടേന്ന് വിചാരിച്ചു, ഒരു സാവകാശം കൊടുത്തു. ആരോടായി വെല്ലുവിളിച്ചെന്നറിയങ്ങള്? ഒരു കുതിര ഇങ്ങനെ പോണ് കണ്ടാൽ ആ കുതിരയെ നോക്കിയിട്ട് ഒട്ടും സംശയിക്കാതെ അവരുടെ വായിൽ നിന്ന്
സാഹിത്യ സമ്പൂർണമായ വരികൾ വരുന്ന നിർഗളിക്കുന്ന അപാരമായ കവികളും സാഹിത്യകാരന്മാരുള്ള ഒരു സദസ്സില, അല്ലെങ്കിൽ അത്തരം ഒരു സമൂഹത്തിലാണ് ഖുർആന്റെ വെല്ലുവിളി. അത് അന്നായിരുന്നു, ഇന്നില്ല എന്ന് പറഞ്ഞൂടാ. ഇന്നുണ്ട് സാഹിത്യകാരന്മാര് പല വിദേശ യൂണിവേഴ്സിറ്റികളിലും. മുസ്ലിങ്ങളല്ലാത്ത ആളുകളാണ് അറബിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഡീനായി ഇന്നും സേവനമനുഷ്ഠിക്കുന്നത്. ഇന്നും നമ്മുടെ കയ്യിലുള്ള ഏറ്റവും മുന്തിയ അറബിക് ഡിക്ഷണറി എന്ന് പറയുന്നത് ഒരു ഫാദർ എഴുതിയ ഡിക്ഷണറിയാണ്. അൽ മുൻജിദ് എന്നതിൻ്റെ പേര്. ഫാദർ ലൂയിസ് മഅലൂഫ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ പുരോഹിതനാണ് ആ അറബിക് ഡിക്ഷണറി രചിച്ചിട്ടുള്ളത്. അതിനെ വെല്ലുന്ന ഒരു അറബിക് ഡിക്ഷണറി ഇന്നും വിരചിതമായിട്ടില്ല എന്നതൊരു സത്യ. ജൂതന്മാരായിരുന്നാലും ഇസ്ലാമിനോട് അങ്ങേയറ്റത്തെ വിരോധം വെച്ച് പുലർത്തുന്ന ക്രിസ്ത്യാനികളായിരുന്നാലും അതുമല്ലാത്ത ആളുകളായിരുന്നാലും എല്ലാവരും ഖുർആനിനെതിരെ ഏറെ ശ്രമങ്ങൾ നടത്തിയിട്ടും ഈ വിശുദ്ധ ഖുർആനിനെ പരാജയപ്പെടുത്താൻ ഇന്നേവരെ കഴിഞ്ഞിട്ടില്ല. ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ ആ മുഅ്ജിസത്തിനെ കുറിച്ച് പ്രഖ്യാപിക്കപ്പെട്ടത്. ഒരു ഖുർആൻ ഇനി ഇതുപോലെ കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ പോട്ടെ, ഇതുപോലെ ഒരു 10 സൂറത്തെങ്കിലും കൊണ്ടുവരിങ്ങള്. കഴിഞ്ഞില്ല. അതും കഴിഞ്ഞിട്ട് അവസാനത്തെ വെല്ലുവിളിയായിരുന്നു, നിങ്ങൾ എന്നാലും ഒരു കാര്യം ചെയ്ത് ഒരൊറ്റ സൂറത്ത് കൊണ്ടെന്നാ മതി. ഇതിനൊക്കെ വർഷങ്ങളോളം മെനക്കെട്ടിരുന്ന സാഹിത്യകാരന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷെ ആ വെല്ലുവിളിക്ക് മുമ്പിൽ അവർ പരാജയപ്പെട്ടു. ആ പരാജയം ഇന്നും നിലനിൽക്കുകയാണ്. സർവകലാ വല്ലഭന്മാരായി അന്ന് അറബ് ലോകത്ത് ഖുറൈശികളിൽ അറിയപ്പെട്ടിരുന്ന വലീദ് ബിൻ മുഗൈറയെ പോലെയുള്ള ആളുകളെ വിട്ടിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേട്ടിട്ട് ആ ഖുർആൻ അസത്യമാണ്, അത് കവികളുടെ കവിതയാണ്, അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരുടെ പ്രവചന വാക്കുകളാണ് എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പറ്റിക്കാൻ. പക്ഷേ വലീദ് ബിൻ മുഗൈറ ആ പോയി ഖുർആൻ കേട്ട മാത്രയിൽ അയാൾ ഖുർആനിന് അനുകൂലമായി പറയാൻ തുടങ്ങുകയും ചെയ്തത്. ഇന്നും അങ്ങനെ തന്നെ കേട്ടോ. രൂക്ഷമായി ഖുർആനിനെ വിമർശിക്കാൻ വേണ്ടി ഗ്രന്ഥരചന നടത്തിക്കൊണ്ടിരുന്ന പല യൂറോപ്യൻ സാഹിത്യകാരന്മാരും ഇന്നും ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഖുർആനിന്റെ മഹത്വം പറഞ്ഞാൽ ഒതുങ്ങൂല. മക്കൾ നല്ല കളിയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ അവരെ കളിക്ക് ഒരു ചെറിയൊരു മരൊന്ന് ശ്രദ്ധിച്ചാലേ ഒരു ഈ ലോകത്ത് തന്നെയല്ല കളിച്ചോട്ടെ എന്നൊക്കെ. പക്ഷേ ശബ്ദം ഒന്ന് ആരച്ചാ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ എനിക്കിങ്ങനെ ഒരു ഇടങ്ങാറ് ഒന്ന് ഒച്ചുണ്ടാക്കാതെക്കാനൊന്ന് കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കും. ഇൻഷാ അല്ലാഹ് അധികം ഒച്ചടാൻ എൻ്റെ അടുത്ത് ഇല്ല, മുതലില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ശബ്ദം എനിക്കുള്ളൂ. ഞാൻ പറഞ്ഞതിപ്പോൾ എന്തിനെ പറ്റിയാ? അല്ലാ, അത് പോയി. ഇതിനെ പറ്റി ഇപ്പം ഞാൻ പറഞ്ഞത് വേണ്ട, ഇവിടെയാണ്. അവിടെ റേഞ്ച് തീരല്ല. അതിന് കാരണം അതാണ്. ആ ഇരിക്കണ ഇരുത്തത്തിൽ കുട്ടികളെ കളി ഇങ്ങനെ നോക്കിയിരിക്കും. അവസാനം പറയും കുട്ടികൾ നല്ല കളിയാണ് എന്ന്. അതിലാണ്ട് ലയിക്കുകയും ഉമ്മാരാകുമ്പോൾ അങ്ങനെയാണ്. സാരമില്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ടാണ് ഞാനത് ഓലൊന്ന് ശ്രദ്ധിക്കുകയെന്ന് പറയാൻ കാരണം. അപ്പോൾ ഒരു സൂറത്ത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവിടെ പരാജയപ്പെട്ടു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഈ ഖുർആനിലേക്ക് ഇസ്ലാമിൻ്റെ ബദ്ധവൈരികൾ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും ഖുർആനിനെ കുറിച്ച് വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളത് മനസ്സിലാക്കിയതുകൊണ്ടല്ലേ ഇപ്പോൾ ആഴ്ചയിൽ ഇങ്ങനെ ഖുർആൻ പഠിക്കണം എന്ന് തീരുമാനിച്ച് നിന്നെത്തിയപ്പോൾ ഈ വർത്താനം എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ പറയുന്നത് കോമണായിട്ടാണ്. മുസ്ലിം ഉമ്മത്ത് വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല. ഖുർആൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, പൗരോഹിത്യം മനസ്സിലാക്കരുത് എന്ന് ശഠിച്ചു.
ഖുർആനിലെ ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പോലും പഠിക്കൽ പ്രത്യേകം സുന്നത്തില്ല എന്നും അങ്ങനെ അർത്ഥം എഴുതാൻ പാടില്ല എന്നുമൊക്കെ എഴുതി വെച്ചു ഈ കേരളക്കരയിൽ. നമുക്കറിയാം, മരണപ്പെട്ടുപോയ ഒരു സൂര്യ പണ്ഡിതൻ, നമുക്ക് അറബി പറഞ്ഞാൽ ശംസുൽ ഉലമ എന്ന് പറയും, എഴുതി വെച്ചു പുസ്തകം. എന്തായിരുന്നത്? തഅ്ദീറുൽ ഇഖ്വാൻ മിൻ തർജിമത്തിൽ ഖുർആൻ. ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നതിൽ നിന്ന് നമ്മളുടെ സഹോദരങ്ങളെ വാണിംഗ് നൽകുന്ന ഗ്രന്ഥമെന്ന്. ഇപ്പൊ എത്ര ബുക്ക് സ്റ്റാളുകളിൽ കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഏതായാലും എൻ്റെ അടുത്തുണ്ട്, ഇറങ്ങിയ സമയത്ത് മേടിച്ചത്. എന്നുവെച്ചാൽ ഖുർആന്റെ അർത്ഥം പറയാൻ പാടില്ല എന്ന്. എന്തേ അവരിങ്ങനെ ശടിക്കാൻ കാരണം? അതിന് കാരണം പറഞ്ഞത് ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ ആളുകൾ പേച്ചു പോകുന്ന. ഖുർആൻ പറഞ്ഞതോ ആളുകൾക്ക് നേർവഴി കാണിക്കാൻ വേണ്ടി ഇറക്കിയ ഗ്രന്ഥം എന്നാ. ആ ഗ്രന്ഥം പിടിച്ചിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾ പറഞ്ഞു ഈ അർത്ഥം പറയാൻ പാടില്ല. ഞാൻ ദർസിലോതിയ ആളാണ്. ദർസിലോതുമ്പോഴൊന്നും നഹ്വ് അറബി ഗ്രാമർ പഠിക്കുമ്പോൾ ഖുർആന്റെ ഉദാഹരണം പറയില്ല. കാരണം എന്താ പറയുക, അപ്പൊ അർത്ഥം പറയേണ്ടി വരുമല്ലോ. അതിന് പകരം ഷായിറം ബൈത്ത് എന്നിട്ട് ഏതെങ്കിലും ഒരു കവി, അറബി കവി ചൊല്ലിയ കവിത മാത്രമാണ് ആ നഹ്വ് പഠിക്കാൻ ഉദാഹരണമായിട്ട് പറയുന്നത്. അടുത്ത കാലം വരെ അങ്ങനെ. ഇപ്പം എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫലം എന്തായിരുന്നു? ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പോലും നമ്മുടെ സഹോദരങ്ങൾ പഠിച്ചില്ല. എന്നാൽ എല്ലാ പണ്ഡിതന്മാരെയും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. ഇങ്ങനെ ചില സൂര്യപണ്ഡിതന്മാർ ഇത്തരം വിദണ്ഡമായ വാദങ്ങൾ പറഞ്ഞ് മണ്ണടിഞ്ഞു പോയെങ്കിലും അക്കൂട്ടരിൽ നിന്ന് തന്നെ ചില പണ്ഡിതന്മാർ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ഒട്ടുമിക്ക സുന്നി വീടുകളിലുമുള്ള ഒരു ഖുർആൻ പരിഭാഷയുണ്ട്. ഏതാണെന്നറിയോ? തർജുമത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് വലിയ ഖാദിയായിരുന്ന സയ്യിദ് ഷിഹാബ് ഇമ്പിച്ചിക്കോയ തങ്ങൾ പരിഭാഷപ്പെടുത്തിയ ഖുർആൻ പരിഭാഷ അൽ ബയാൻ ഫി തർജുമത്തുൽ ഖുർആൻ എന്ന ഒരു മലയാള പരിഭാഷ. അതിന് ആ ഫാത്തിഹ സൂറത്തിന് കൊടുത്ത അർത്ഥം മാത്രം സമൂഹം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് ഭിന്നത നമുക്ക് കുറക്കാൻ പറ്റും, ഒരുപാട് അഭിപ്രായ വ്യത്യാസം കുറക്കാൻ പറ്റും, ഒരുപാട് ഖുറാഫാത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഖുർആൻ പഠിക്കണം എന്ന് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പറയുന്നിടത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അദ്ദേഹത്തിന്റെ അർത്ഥാട്ടോ, മുജാഹിദീങ്ങൾ എഴുതിയ അർത്ഥമല്ല. എന്താണ്? അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു. അതിന് ചെറിയ ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. എന്താണ്? നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ഏകനായ അല്ലാഹുവാണ്. ഈ കാര്യങ്ങളിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കുമില്ല. അതിനാൽ അല്ലാഹുവിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ. തർക്കല്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിൻ്റെ ആശയവും അത് തന്നെയാണ്. എന്നിട്ട് പറയുന്നു, നോക്കുങ്ങള്, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. സുബ്ഹാനല്ലാഹ്. ദേ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ആളുകളോട് പറഞ്ഞിട്ടുള്ളൂ. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ മുറുകെ പിടിക്കണമെന്ന് ആളുകളെ പഠിപ്പിക്കുന്ന, ആ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന യഥാർത്ഥ സുന്നികളായ മുജാഹിദുകൾ ഇതേ പറഞ്ഞിട്ടുള്ളൂ, അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നോക്കുങ്ങള്, സഹായം തേടുക, വഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ആ സഹായം തേടുക എന്നതുകൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശ്യം. പ്രാർത്ഥനയാകട്ടെ
ഇബാദത്തിന്റെ ആരാധനയുടെ ഒരു ഭാഗമാണ് താനും. എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ സ്ഥിരമായി കേട്ടിരുന്ന തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവിയുടെ ഒരു മലയാളത്തിലുള്ള ഒരു മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ഒരു ബൈത്തിന്റെ കിതാബുണ്ട്. അതിൽ പറയുന്നുണ്ട്, പ്രാർത്ഥന ഇബാദത്താ ഹബീബേ എന്ന് നുഅ്മാനവർ പറയുന്നു നബിയിൽ നിന്ന്. പ്രാർത്ഥന ഇബാദത്താണെന്ന് നുഅ്മാൻ റളിയല്ലാഹു അൻഹു നബിയിൽ നിന്ന് പറയുന്നുണ്ട്. ഏതാണ് ആ ഹദീസ്? النعمان بن بشير رضي الله عنه قال قال رسول الله صلى الله عليه وسلم الدعاء هو العبادة. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല ഇബാദത്തിനത് മജ്ജയ എന്നും ഹദീസിൽ വന്നതും ശരി തന്നെയാ. ഈ പാട്ട് മതി. മവാഹിബുൽ ജലിയ എന്ന ആ ബൈത്തും കിതാബിൽ വന്ന ഈ പാട്ട് മതി. മലയാളത്തിലായതുകൊണ്ട് ആരെത്തുക്കും നമ്മൾ തല ചൊറിഞ്ഞു പോകേണ്ട. വന്നാരെ ബഹുമാനപ്പെട്ടവർ ഇതിൻ്റെ മൈനൊന്ന് പറഞ്ഞെന്നാണ് തന്നെയാണ് ചെല്ലേണ്ട കാര്യമില്ല. പച്ച മലയാളത്തിലായതുകൊണ്ട് ആർക്കും തിരിയും. ഇബാദത്തിന്റെ മജ്ജ, നമ്മളെ ശരീരത്തിൽ മജ്ജ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് എല്ലിൻ്റെ ഉള്ളിലാണ്. മജ്ജക്കെങ്ങാനും കേടുപറ്റിയാൽ ആ ശരീരം രോഗാതുരമാണ്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര പണച്ചെലവുള്ള കാര്യമാണ്. നഊദു ബില്ലാഹ്. അപ്പോ നമ്മളുടെ ആരോഗ്യം നിലനിൽക്കുന്നതിൽ മജ്ജക്ക് വലിയ സ്ഥാനമുണ്ട്. ഒരു ഇബാദത്തിന്റെ മജ്ജ എന്ന് പറയുന്നത് എന്താണ്? ദുആ ആണ്. ദുആ ഇല്ലേ അവിടെ ഇബാദത്തില്ല. എത്ര കൃത്യമാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ സംശയലേശമന്യെ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ സംശയലേശമന്യെ പഠിപ്പിച്ചു. പ്രാർത്ഥനയാണ് ഇബാദത്ത്. പക്ഷെ നോക്കൂ നിങ്ങൾ, ഈ ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം അറിയുന്ന എത്ര മുഅ്മിനീങ്ങളുണ്ട് സമൂഹത്തിൽ? അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ മരണപ്പെട്ടുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുക? പിന്നെ എങ്ങനെയാണ് നമ്മൾ പള്ളി മിഹ്റാബുകളിൽ നിന്ന് ഓരോ സീസണിലും ആ പ്രാർത്ഥന ഇങ്ങനെ മാറി മാറി വരും. റബീഉൽ അവ്വലാണെങ്കിൽ അള്ളാന്റെ റസൂലിനോട് പ്രാർത്ഥിക്കും. അപ്പൊ നമ്മൾ ഇർതകബതു അലൽ ഖത്താ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്ന് പറഞ്ഞിട്ട് തെറ്റ് സംഭവിച്ചിട്ട് പോയിട്ടുണ്ട്. പൊന്നാര നബി, നിങ്ങളൊന്ന് പുറത്തു തരണം. നിങ്ങളോടല്ലാതെ പിന്നെ ആരോടെ നമുക്കൊക്കെ പറയുള്ളതെന്ന്. അങ്ങനെ അത് റബീഉൽ അവ്വലിന്. റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ പിന്നെ വരുന്ന മാസം റബീഉൽ ആഖിറ. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് മുഹ്യിദ്ദീൻ ശൈഖിന്റെ ആണ്ടും മറ്റും കൊണ്ടാടുന്ന മാസാണ്. അപ്പൊ പിന്നെ മുഹ്യിദ്ദീൻ ശൈഖിനോടായി പ്രാർത്ഥന. അപ്പൊ എന്താ പറച്ചില്? മുറാദിയാ മുറാദിയാ മുറാദി മുറാദി ശൈഖ് മുഹീദ്ദീൻ മുറാദി. എൻ്റെ മനസ്സിലൊറ്റ മുറാദേ ഉള്ളൂ. അതെന്താ? മുഹ്യിദ്ദീൻ ശൈഖാ. അപ്പൊ എവിടെ പഠിച്ചോൻ വേണ്ടേ? പിന്നെ നമുക്ക് പഠിച്ചോനാണ് സൈഡാക്കി. ആ റബീഉൽ ആഖിറിൽ മുഹ്യിദ്ദീൻ ശൈഖിനോടായി പിന്നെ പ്രാർത്ഥന. അവിടെ ഓതുന്ന മൗലൂദ് മുഹ്യിദ്ദീൻ മൗലൂദാ. അതിലെന്താ പറച്ചില്? അന്ത ഹഖൻ മുഹീദ്ദീനി അന്ത കുതുബും ബിൽ യഖീനി അന്ത ഗൗസുൻ കുല്ലഹീനി ആതിനാ ഫത്ഹൻ മുബീനാ. പൊന്നാര ശൈഖേ, നിങ്ങളാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നയാൾ. നിങ്ങളാണ് എല്ലാ കാര്യത്തിലും നമുക്ക് ശക്തി പകരേണ്ടവൻ, സഹായം നൽകേണ്ടവൻ. എല്ലാ അർത്ഥത്തിലും ഈ ദീനിനെ ജീവിപ്പിക്കുന്നവനും അങ്ങ് തന്നെ മുഹീദ്ദീനാണല്ലോ. അതുകൊണ്ട്
എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് നീ വ്യക്തമായ വിജയം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ആരോട് പ്രാർത്ഥിക്കുന്നു? മുഹ്യിദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കുന്നു. ഒരു ഫാത്തിഹ സൂറത്തിന്റെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നതിൻ്റെ ആശയാർത്ഥം ഒരു മുസ്ലിം കൽബിൽ തട്ടി പറഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെ വഴിപിഴച്ചു പോകില്ലായിരുന്നു. പക്ഷെ അറിയില്ല, പഠിക്കാൻ ശ്രമിച്ചില്ല, പഠിക്കണമെന്ന് പറഞ്ഞില്ല. അവിടെയാണ് ഈ പ്രസ്ഥാനം ചെയ്ത സേവനങ്ങൾ ശ്രദ്ധേയമാകുന്നത്. ഇനി അതിനെ തുടർന്ന് വരുന്ന ഞങ്ങളുടെ നാട്ടിലൊക്കെ സാഘോഷം കൊണ്ടാടുന്ന ഒരു നേർച്ചയുണ്ട്. അതെന്താണെന്നറിയോ? ഓമാനു ശുഹദാക്കളെ നേർച്ചയാണ്. ഈ ഭാഗത്ത് എങ്ങനെ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. റബീഉൽ അവ്വലിന് അല്ല, പിന്നെ ഉലുഹിയ്യത്തിന് അറവിൽ പങ്കുചേരാത്തവര് പോലും ഓമാനു ശുഹദാക്കളെ പേരിൽ ഒരു മൃഗത്തെ പിന്നെ സംഘടിപ്പിക്കുമ്പോൾ അതിലൊരു വിഹിതം പറ്റും. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അവിടെ പിന്നെ ചോറും ഇറച്ചിയും ബിരിയാണിയും ഒക്കെ കൂടെ ആയിട്ട് ആഘോഷപൂർവം കൊണ്ടാടുമ്പോൾ അവിടെ ചെല്ലണ ഒരു മൗലൂദുണ്ട് ഓമാനു ശുഹദാക്കളുടെ പേരില്. അപ്പൊ ചെല്ലണ ബൈത്ത് എന്താണെന്നറിയോ? അയ്യാ ശുഹദാഉ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈക്കും ബിൽ ഇഗാസത്തി സായിലീനാ أغيثونا إذا اشتدت علينا الكرائب ليس فينا من يقينا അയാ ശുഹദ, അല്ലയോ ശുഹദാക്കളെ. ആരായി വിളിച്ചത്? ആരെയാ വിളിക്കണത്? ഓമാനു ശുഹദാക്കളെ. ഓലെങ്ങനെ ഷഹീദായി? മൈക്ക് ഓണാക്കി പറയാൻ പറ്റൂല. ഓഫാക്കിയാലോ നിങ്ങളോട്ട് കേൾക്കൂല. പറയണ്ടേ? ചെറുതായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ പതുക്കെ കേട്ടാൽ മതി. എനിക്ക് പതുക്കെ പറയാനും പറ്റുള്ളൂ. സംഗതി ഒരു പെങ്കേസ. ഒരു നായര് പെൺകുട്ടിൻ്റെ പിന്നാലെ കൂടിയ കേസാ. അത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. അതൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആയി മാറി, ഒരു വർഗീയ സംഘടനയായി മാറി. അപ്പുറത്തുള്ളവര് കീറിട്ട വിറകെടുത്തിട്ട് ഇപ്പുറത്തുള്ള ഞമ്മൻ്റെ ആൾക്കാരെ നിർന്നൽക്ക് തല്ല് വർമ്മത്ത് കൊണ്ടു. ഓല് മരിച്ചു എന്ന് പറയണ്ട, കേക്കാൻ ചൊർക്ക് ഷഹീദായി എന്ന് പറയണാണ്. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഓലാണ് ഷഹീദായി. അടിമർമ്മത്ത് കിട്ടിയപ്പോൾ. അതുകൊണ്ട് ഇനിയിപ്പോൾ അവരെ പറ്റി നമുക്ക് എന്തെങ്കിലും ഒന്നും പറയണ്ട. ഓരോ കാര്യം പഠിച്ചവനായിട്ടായിക്കോട്ടെ. സംഗതി ഇതാണ് നടന്നതെന്നുള്ളിൽ തർക്കമൊന്നുമില്ല, അതെല്ലാവർക്കും അറിയാം. ഇങ്ങനെയാണ് ഷഹീദായത്. ഇപ്പോൾ പിന്നെ അമ്മ എന്ന് പറയുന്ന ഈ പിന്നെ നമ്പൂരിക്കുട്ടിൻ്റെ പിന്നെ വർണ്ണനയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കൂടെ പാടാൻ നിന്നാൽ നിങ്ങളാരും പിന്നെ പാടി കഴിയുമ്പോൾ ഇവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒക്കെ തലയും മുണ്ടിട്ട് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ലേശം നാണന്മാനം എല്ലാവർക്കും ഉണ്ടല്ലോ, ഞാനത് പാടുന്നില്ല. പക്ഷേ വേങ്ങര വീരാൻകുട്ടി മുസ്ലിയാർ കൃത്യമായിട്ട് ആ കിസ്സപ്പാട്ടിൽ ഇതിൻ്റെ കഥയൊക്കെ വിവരിക്കുന്നുണ്ട്. പാടൽ നിർബന്ധമുള്ളിടത്ത് മാത്രമേ ഞാൻ പാടലുള്ളൂ. എനിക്ക് ആ പാട്ട് കിസ്സപ്പാട്ടിൻ്റെ പിന്നെ ഇത് വരികൾ കിട്ടിയത് രണ്ടത്താണി സെയ്ദ് മൗലവിൻ്റെ അടുത്തുനിന്നാണ്. മൂപ്പര് എഴുതിയെടുത്തോന്ന് അറിഞ്ഞാണ്ട് എനിക്ക് കിസ്സപ്പാട്ട് കൊടുത്ത് കാണിച്ചു തന്നിട്ട് ഞാനത് എഴുതിയെടുക്കുകയാണ് ചെയ്തത്. പിന്നെ വാങ്ങാൻ കിട്ടുമെങ്കിൽ വാങ്ങുകയും ചെയ്തോന്ന് പറഞ്ഞു. പക്ഷെ വാങ്ങാൻ കിട്ടിയിട്ടില്ല. എന്നാലും ഇന്ന് പലരുടെ കയ്യിലും അതിൻ്റെ പ്രിൻ്റഡ് കോപ്പികൾ പിന്നെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയെങ്കിലും ഉണ്ടാവും. ഇരിക്കട്ടെ, അതൊന്നും വിശദീകരിക്കേണ്ടതില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ നമ്പൂരി കുട്ടിയുടെ പിന്നാലെ കൂടിയ കേസിൽ ഇപ്പുറത്തുള്ള ശുഹദാക്കളായി അവർക്ക് നിർന്തൽക്ക് തല്ല് കിട്ടി. അവിടെ ഇരിക്കട്ടെ. ഓലെ തല കാക്കാൻ ഓൽക്ക് കഴിഞ്ഞോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് നമ്മളെ വയറ്റുന്നോക്ക് കേൾക്കാൻ ഓലെ കൊണ്ട് കഴിയുക? അതാണ് ചോദ്യം. കഴിയൂല, സംശയമൊന്നുമില്ല. എന്നിട്ട് ഓലോടാ നമ്മൾ പ്രാർത്ഥിക്കണേ. അഗൈസൂനാ ഇദശ്തദ്ദത് അലൈനൽ കറായിബു ലൈസ ഫീനാ മൻ യഖീനാ. പൊന്നാര ഓമാനു ശുഹദാക്കളെ, ഞങ്ങളുടെ മേൽ പ്രയാസങ്ങള്, കാലവിപത്തുക്കൾ
കഠിനതരമാകുന്ന സന്ദർഭത്തിൽ ഓമാനു ശുഹദാക്കളെ, നിങ്ങളല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ ആരാണുള്ളത്? ഒരു മുഅ്മിന് പറയാൻ പറ്റുമോ? ഇല്ല. ഇന്നിപ്പോ ഇവിടെ നടക്കണ നമ്മളെ കൊണ്ടാട്ടം നടത്തുന്ന ഒരു 8-10 കൊല്ലായി തോന്നുന്നു എന്ത് മജ്‌ലിസുൻ നൂർ. ഞാനിതൊക്കെ ഇങ്ങനെ പറയണത് എന്തിനാന്നറിയങ്ങള്, ആളുകൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് ഈ മുസ്ലിം ഉമ്മത്ത് ഖുർആൻ പഠിക്കാതിരിക്കാനാണ്, അതിൻ്റെ അർത്ഥം അറിയാതിരിക്കാനാണ്. അത് പറയുകയും എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അതിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഓരോരോ നിലാവുകൾ, ജഹാലത്തിന്റെ നിലാവുകൾ, പക്ഷെ പേര് അറിവിൻ നിലാവ് എന്നായിരിക്കും. അതല്ലെങ്കിൽ അതുപോലുള്ള പേരായിരിക്കും. ഓരൊക്കെ ഇപ്പോൾ ഓരോ നാറ്റക്കേസിൽ പെട്ടിട്ട് ആകെ പിന്നെ എങ്ങനെ നിലാവ് പരക്കന്നെയാണ്. ഇരിക്കട്ടെ, അതൊന്നും ഇപ്പം നമ്മൾ പറയേണ്ടതില്ല. ഈ രൂപത്തിൽ ഈ മജ്‌ലിസുൻ നൂർ വന്നിട്ട് എത്ര കാലമായി ഉണ്ടാവും? വളരെ കുറച്ച് കാലം, എൻ്റെ കുട്ടിക്കാലത്ത് ഇല്ല. എന്നിട്ട് എല്ലാ വീടാന്തരവും ഇത് നടത്തുകയാണ്. എന്തേ? ആളുകൾ ഖുർആനിലേക്ക് പോകാൻ പാടില്ല. എന്താണ് അതിൻ്റെ പൊരുള്? അതെല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ട് ഇങ്ങനെ പാടണേ, എല്ലാ ബലാലും ആപത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമൈക്കാക്കണം യാ റബ്ബനാ. ഇപ്പം റബ്ബിനേക്കാളും വലിയ ബദരീങ്ങള് ഒന്നാരൻ്റെ റബ്ബിജി ഒരു കാര്യം ചെയ്യണം, ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ കാര്യം ശരിയാക്കി തരണം. പെരനേക്കാളും വലിയ പഠിപ്പുര ഒക്കെ ബദരീങ്ങളെ കൊണ്ട് അമ്മക്ക് പഠിച്ചോനെജി ശരിയാക്കി തരണം എന്നാ പറയണത്. അവിടെ പഠിച്ചോനേക്കാളും വലിയൊരു ബദരീങ്ങളെ പ്രതിഷ്ഠിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനം ചെല്ലിയവർക്കും ചെല്ലാത്തവർക്കും ഒരുപോലെ വന്നു. ഏത്? കൊറോണ. അപ്പോഴെങ്കിലും അന്തം വെക്കുന്ന നമ്മൾ വിചാരിച്ചത്. പക്ഷേ പാട്ടിൽ ചെറിയൊരു വ്യത്യാസമാണ് പിന്നെ നമ്മൾ കണ്ടത്. എന്താണെന്നറിയോ? പിന്നെ മജ്‌ലിസുൻ നൂറിലുള്ള പാട്ട്, ദണ്ണം വഭാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ഇതെന്നെ പാടിക്കൊണ്ടിരുന്ന സമയത്ത് വന്നു കൊറോണ. എന്നപ്പോഴെങ്കിലും അന്തം വെക്കുന്നാ വിചാരിച്ചത്. പക്ഷെ പാട്ട് നമ്മൾ കേട്ടത് എന്താണെന്നറിയങ്ങള്, ദണ്ണം വബാ കൊറോണയും. എത്ര സമർത്ഥമായിട്ടാണ് കൊറോണ വേർഷൻ ഇറങ്ങിയത് ആലോചിച്ചോക്കുങ്ങള്. ദണ്ണം വബാ കൊറോണയും മറ്റുള്ള വൈറസ് അടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ഈ കൊറോണയും വൈറസും എൻ്റെ നാട്ടിൽ ഇതിന് നേതൃത്വം നൽകുന്ന ആളാണ്. അവിടെ കൊറോണ പിടിച്ച് മരിച്ച ഒരാൾ, അധികം ആൾക്കാരൊന്നും മരിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ആലോചിച്ചു, പഠിച്ചോനെ എന്നാ ഇഞ്ഞെങ്കിലും ചെങ്കൊന്ന് അന്തം വെക്കുമോ എവിടെ. അപ്പം അത് ശ്രോതാക്കളെ കൂട്ടത്തിൽ അങ്ങോട്ട് എണ്ണാനാണ് നിന്നത്. എന്നാലും മൂപ്പര് ഈ പാട്ട് പാടി അവസാനം മൂപ്പർക്ക് തന്നെ കൊറോണ ഒന്നും വെച്ചല്ലോ എന്ന് ചിന്തിക്കാനല്ല തുനിയുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ മനുഷ്യന്മാരൊരവസ്ഥ. പിന്നെ ഇതിൻ്റെ തമാശ എന്താണെന്നറിയങ്ങൾ, ഇതിങ്ങനെ ബദരീങ്ങളെ കൊണ്ടൊക്കെ കഴിച്ചിലാക്കി തന്നെ ബദരീങ്ങളെ ഊരമ്മ പിടിച്ച് കഴിച്ചിലാകാനാണ് എല്ലാവരും നോക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു വരി ഉണ്ട് കേട്ടോ. ഞാനിത് ചെല്ലുമ്പോൾ ഒരു പക്ഷേ ഇതായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സോറി, നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി ചെല്ലിയെന്നുള്ളൂ. കാരണം പലപ്പോഴും എന്താണെന്നറിയോ, ഇതിങ്ങനെ ചെല്ലുക, പാടുക, കൂട്ടത്തിലിരിക്കുക, അങ്ങനെ ഒന്നായിട്ട് സ്വർഗത്തിൽ കണ്ട് പിന്നെ ആട്ടിത്തൊളിച്ച് ദത്താട് അവിടെ നിൽക്കണം, നടന്നുകൊണ്ട് സ്വർഗത്തിക്ക് എന്ന് പറഞ്ഞ് കല്യാണത്തിലേക്ക് ചോറുന്നാൻ കൊണ്ടുപോകണമാതിരി ചോറുന്നാക്കോല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരിന്ന് അറിഞ്ഞുണ്ടല്ലോ, ഒന്നായിട്ടൊരു കൊണ്ടേ ഇരുത്തല്. അതേമാതിരി നമ്മളിങ്ങനെ തട്ടിത്തടഞ്ഞ് അവിടെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി നോക്കിക്കണ്ട നടന്നുകൂടി സ്വർഗത്തിക്ക് എന്ന് പറയുന്നതാണ് നമ്മൾ കേട്ട വഴന്നൊക്കെ. ഈ പാട്ടിൻ്റെ ഇടയിൽ ഒരു വരിയുണ്ട്, അതെന്താ നിങ്ങള്, ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി. അത് ഒരട്ടം ചെല്ലിയാൽ പോരാ. എത്ര വട്ടം ചെല്ലണം? 3 വട്ടം ചെല്ലണം. എന്താ അതിൻ്റെ അർത്ഥം?
ഇതുവരെയൊക്കെ ബദരീങ്ങളാണ്, ബദരീങ്ങളെ കൊണ്ട് ശരിയാക്കി തരണം എന്ന് പറഞ്ഞ ആളെന്നെ പറയാണ് എന്ത്, ഇലാഹി അന്ത മഖ്സൂദി, പൊന്നാരൻ്റെ ഇലാഹി തന്നെയാണ് കേട്ടോ പഠിച്ചോനെ, എൻ്റെ മനസ്സിലുള്ളത് തന്നെയാണ്, അങ്ങനെ പാടുന്നുണ്ട് എന്ന് വിചാരിച്ചാണ്ട് വലിയ കാര്യമൊക്കെ ഉണ്ടാ. ഒരിവാക്ക മത്തുലൂബി, നിന്റെ റിവ ഉണ്ടല്ലോ, പാപങ്ങൾ പൊറുക്കാനും പൊരുത്തപ്പെടാനും ഒക്കെ ഉള്ള ആ റിവ, അതന്നെയാണ് എൻ്റെ ഉദ്ദേശം. പിന്നെന്താ ഇപ്പൊ ഈ മറ്റേ ചെൽക്ക് അങ്ങനെ ചെല്ലിയത് ആലോചിച്ച് നോക്കുങ്ങൾ. അപ്പൊ ഈ ചെല്ലലിനൊന്നും വലിയ കഥയില്ല. ഇത് ഒരു കൂട്ടര് മജ്‌ലിസുൻ നൂറേറ്റ് അപ്പതാ അപ്പുറത്ത് അവര് അതിന് പേരിട്ടത് മഹ്ദറത്തുൽ ബദരിയ്യ, അല്ല മഹ്ദറത്തുൽ ബദരിയ്യ. സംഗതി ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഓലതിയിൽ തുടക്കം തന്നെ ഇങ്ങനെയാണ്, ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് യഗല്ലാ. എല്ലാവരും കൂടെ ഇങ്ങനെ കൂട്ടം കൂടിയിട്ട് രസമായിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ നമ്മളെ MP മർഹൂം അബ്ദുൽ ഖാദർ മൗലവി പറയാറുള്ളത് പോലെ ചെമ്പത്തെങ്ങിന് കാറ്റ് പിടിച്ച മാതിരിയാണ്. ഒരു ഒത്ത ആട്ടം ഇങ്ങനെ ആടിയിട്ട് ഇതിങ്ങനെ ചെല്ലുമ്പോൾ എന്തെത്താ ഈ ചെല്ലണമെന്ന് ചെല്ലുന്നവർക്ക് വലിയൊരു പുറത്തൊന്നുമില്ല. എല്ലാത്തിൻ്റെയും പിന്നിലുള്ള മർമ്മന്താര്യങ്ങള് ഖുർആനിക്കാണ് തിരിഞ്ഞൊക്കെ. അവിടെയാണ് പ്രശ്നം. ഒരു സമൂഹത്തിന്, സമുദായത്തിന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിക്കൊടുത്ത അപാരമായ അനുഗ്രഹം എന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്താണ് വിശുദ്ധ ഖുർആൻ, സംശയമില്ല. എന്നിട്ടാണ് നമ്മളിങ്ങനെ പാടി ആരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലാഹു അല്ലാത്തവരോട്. മഹ്ദറത്തുൽ ബദരിയ്യയിലെ കുണ്ടൂര് തങ്ങൾ എഴുതിയ പാട്ടിന്റെ അടുത്ത വരി കേട്ടു നോക്കൂ. കരളിൻ്റെ കരളായ ത്വാഹ റസൂലോട് കഥനങ്ങൾ ചൊല്ലിടാം, കരയുന്ന കൽബിൻ്റെ വ്യത ചൊല്ലി, കണ്ണീരിൻ കഥ ചൊല്ലി, കനിവിനായി തേടിടാം. ആരോടാ കനിവിനായി തേടുന്നത്? മുത്തുനബിയോട്. എന്തേ? പടച്ചോനോട് തേടിയ കിട്ടൂലെന്ന് ആരെ പറഞ്ഞ്? എന്നിട്ട് അതിൻ്റെ അറബി കേട്ടാ തോന്നും ഈ ചെല്ലിയ പാട്ടിന്റെ അറബി തന്നെയാണ്. അറബിയായിട്ടൊരു അന്തുമില്ല അതിന്, പക്ഷെ എന്നാലും അങ്ങനെ പൊരുത്തപ്പെട്ട് പാടുകയാണ്. വാഹല്ലിൽ ഖുബ്ബത്തിൽ ഖദ്റായി ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുർറത്തൽ ഐനൈനി മൽജാ വമൻജാ വമുർതാഹൽ മുസ്താഖി ഹിബ്ബസഖലൈനി അജ്മല ഖൈറൽ ഫരീഖൈനി എന്നിങ്ങനെ പറഞ്ഞിട്ട് പോകുന്നു മഹ്ദറത്തുൽ ബദരിയ്യ. രണ്ടും അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനകളാണ്. ഇപ്പൊ ഒരു ചോദ്യമുണ്ട്, അള്ളാന്റെ റസൂല് മോശക്കാരനാണോ? അല്ല. മുഹ്യിദ്ദീൻ ഷേഖ് മോശക്കാരനാണോ? അല്ല. ബദരീങ്ങൾ മോശക്കാരാണോ? അല്ല. പക്ഷെ അവരാരും ഇലാഹുകളല്ല. വിശുദ്ധ ഖുർആനിന്റെ 1/3 തൗഹീദാണ്. അത് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കുന്നതാണ്. 5 നേരത്തെ നമസ്കാരത്തില് വിശ്വാസികൾ റബ്ബിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം ആ റബ്ബാണ് നമ്മെ സൃഷ്ടിച്ചവൻ, ആ റബ്ബാണ് മുഴുവത്തിനെയും പരിരക്ഷിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ട് നടക്കുന്നവൻ. പക്ഷെ ആ റബ്ബിനെ മറന്നു എന്ന് മുസ്ലിം ഉമ്മത്ത്. വലിയ ചർച്ച നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് ഭൂരിപക്ഷത്തിനിടയ്ക്ക്, മുസ്ലിം സമുദായത്തിലെ. എന്താണത്? കോഴിക്കോട്ടുള്ള മടവൂർ ഷെയ്ഖിന്റെ ഈ ആളുകൾ തന്നെ പരിചയപ്പെടുത്തുന്ന മടവൂർ ഷെയ്ഖിന്റെ കറാമത്തുകളുടെ കൂട്ടത്തിൽ മഹാനവർകൾ
ജീവിച്ചിരുന്ന കാലത്ത് നിസ്കരിക്കാതെ കഴിഞ്ഞുകൂടിയ ഒരു കാലുണ്ട് എന്നാണ്. 10 ചില്ലാൻ കൊല്ലം നിസ്കരിച്ചില്ല എന്ന് മാത്രമല്ല, കറാമത്ത് പറയുന്ന പുസ്തകത്തിലാണ് ഇതൊക്കെ പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മൂപ്പന്റെ വീട്ടിൽ കഴിഞ്ഞുകൂടിയ 10 ചില്ലാനം കൊല്ലം മടവൂർ ഷെയ്ഖ് നിസ്കരിച്ചില്ലത്രേ. മൂപ്പര് നിസ്കരിച്ചില്ല എന്ന് മാത്രമല്ല, നിസ്കരിക്കണോ അല്ലെ നിസ്കരിക്കാൻ പോകാനും അയച്ചില്ല. പോരെ പൂരം. അതു കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവരുടെ സ്ഥാനമാനങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ടവർ പരിശുദ്ധ റമളാനിന്റെ പട്ടാപ്പകൽ ഭക്ഷണം കഴിക്കുകയും കഴിപ്പിക്കുകയും ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് നമ്മുടെ മൗലാനമാര് മേനി പറയുന്നു. സുബ്ഹാനല്ലാഹ്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഒരാൾക്ക് ഇതിന് കാരണം പറയുന്നത് അദ്ദേഹത്തിന് ജദ്ബിന്റെ ഹാലെന്നാണ്. അതെന്താ സംഭവം? ജദ്ബ് എന്ന് പറഞ്ഞാല് സ്വബുദ്ധിയില്ലാത്ത അവസ്ഥ. അതിനെന്നെയാണ് അറബി പറഞ്ഞ് ജുനൂന്, പിരാന്ത് എന്ന്. അത് അദ്ദേഹം മജ്ദൂബായിരുന്നു എന്നാ പറയുന്ന, അക്ഷരം മാറ്റിയിട്ട് മജ്നൂനായി എന്ന് പറയില്ല. മജ്നൂനായി എന്ന് പറഞ്ഞാൽ പിരാന്ത് എന്ന് പറഞ്ഞാൽ മതി. നമ്മളെ എൻപിന്റെ തമാശ പറഞ്ഞല്ലോ, ഒരു കുട്ടി ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് നിങ്ങൾ എപ്പോഴെങ്കിലും ശൈത്താനെ കണ്ടിക്കണോന്ന്. കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. മോശമല്ലേ എന്ന് വിചാരിച്ച് ബടായി ഉസ്താദാണ്. മൂപ്പര് പറഞ്ഞു കാണാതെ. കുട്ടിക്ക് ഭയങ്കര ആവേശമായി. ഉസ്താദ് ശൈത്താനൊക്കെ കണ്ടിക്കണ്. അപ്പൊ എങ്ങനെ ഉസ്താദെ ശൈത്താന്റെ മുഖം എങ്ങനെ? അപ്പൊ ഇങ്ങനെ ആലോചിച്ചിട്ട് മൂപ്പരൊക്കെ ഇങ്ങനെ കാണണമാതിരി പറഞ്ഞു, മുഖം പിന്നിക്കാണ്. ചോദിച്ച മുത്തഅല്ലിമിന് ആവേശം കൂടി. ആഹാ, പിശാചിന്റെ മുഖം പിന്നിക്ക. പിന്നിക്ക. അപ്പൊ കണ്ണ് പിന്നിക്ക. ഓക്കെ. തൊള്ള പിന്നിക്ക്. കാത് പിന്നിക്കന്നെ. അത് ശരി. അപ്പൊ പള്ളേ കുട്ടി നിർത്തണ ലക്ഷണമില്ല. ഉസ്താദേ ഇങ്ങനെ കണ്ടമായി പറയാ. കൺകൊണ്ട് കണ്ടപ്പോൾ കണ്ട് പറഞ്ഞോവർ എന്നറിഞ്ഞില്ലേ? അതേമാതിരി ഇങ്ങനെ കണ്ടമാതിരി പറയാണ്. മൂപ്പരിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, അല്ല പള്ള പിന്നിക്കാണ്. പള്ള പിന്നിക്കാണ്. നോക്കുമ്പോ ഒക്കെ പിന്നിക്ക്. അപ്പൊ ഈ ചെക്കൻ തിരിച്ചു ചോദിച്ചു, അല്ല സാർ എന്നാ പിന്നെ ഈ ആള് അപ്പുറത്തേക്ക് തിരിഞ്ഞിക്കണെന്ന് പറഞ്ഞാൽ പോരെ? ശൈത്താനാകെ അത്രേ മാർഗമുള്ളുണ്ട്. ഒരാൾ ഇപ്പുറത്തേക്ക് കിണീന് വരെ അപ്പുറത്തേക്ക് തിരിഞ്ഞിക്കണു എന്ന് പറഞ്ഞാൽ പള്ളി അപ്പുറത്തേക്കായി, തൊള്ളി അപ്പുറത്തേക്കായി, കണ്ണും മൂക്കും ഒക്കെ അപ്പുറത്തേക്കായി. അപ്പുറത്തേക്ക് തിരിഞ്ഞാൽ പിശാചായി എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതാണ് പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചപ്പോഴാണ് ഉസ്താദിന് അന്തം വെച്ച്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇക്കോലത്തില് ഹലാക്കിന്റെ ബടായി, മജ്ദൂബിന്റെ ഹാല്. അതെന്താ മജ്ദൂബ് പറഞ്ഞാല്? അത് പിരാന്ത്, സ്വബുദ്ധി ഇല്ലാത്ത അവസ്ഥ. എന്നാ പിന്നെ പിരാന്താന്ന് പറഞ്ഞാൽ പോരെ, അല്ല അത് മാത്രം പറയില്ല. അത് ഔലിയാക്കന്മാർക്ക് പിരാന്താന്ന് മാത്രം പറയില്ല, എന്നാ ചെയ്തത് മുഴുവൻ പിരാന്ത്. വലിയ പിരാന്തന്മാരൊക്കെ ഇതാക്കിയതിൽ ചില കഥ ഉണ്ട്. ഒരു പിരാന്തങ്ങനെ പോയിട്ട് ഒറ്റ പിരാന്തന്റെ മുന്നിൽ വെച്ച് ഒറ്റ കൊട്ടും കൊട്ടി. ഇങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു, എടാ അജ്ജ അത്ര വലിയ മഹാനാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്താന്നൊന്ന് പറയുന്നു. പിരാന്താണ് കേട്ടോ. അപ്പം മറ്റേ പിരാന്തം ഇങ്ങനെ ആലോചിച്ച, എത്ര ആലോചിച്ചാൽ ഇപ്പം അങ്ങനെ കൊട്ടിയിട്ടുണ്ട് ചോദിച്ച ചോദ്യമല്ലേ. പക്ഷെ അങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, കിട്ടിയ എന്ത് ചോദിച്ചു, അതിൻ്റെ ഉള്ളിൽ ഒരു ആനക്കുട്ടിയാണ്. എങ്ങനെയുണ്ട് പിരാന്ത്? അതിൻ്റെ ഉള്ളിൽ ഒരു ആനക്കുട്ടിയാണ്. അപ്പോൾ മറ്റേ പിരാന്തണ്ടല്ലോ, അങ്ങനെ നോക്കിയിട്ട് എടാ കള്ളാജ് ഇതിൻ്റെ ഉള്ളിൽ കൂടി കണ്ടു അല്ലേ. അതതിൻ്റെ അപ്പുറത്തുള്ള പിരാന്ത്. ഇതേമാതിരിയാണ് ഈ ശൈക്കന്മാര് എന്ന് പറഞ്ഞ ആൾക്കാരെ പിരാന്ത്. ഒരു കാണിച്ചു കൂട്ടിയ പിരാന്ത്. ഇത് ഇങ്ങനെ ഈ വടവൂർ ഷെയ്ഖിനെ പറ്റി കേട്ടപ്പോ അമ്മക്ക് തോന്നി, പഠിച്ചോനെ ഇതേറ്റഞ്ഞ അള്ളാണ് എന്ന് പറയാൻ മതിയായിരുന്നു. പക്ഷെ പിന്നെതാ നമ്മൾ കേൾക്കണ്, ഷെയ്ഖ് പറഞ്ഞു ഇത്രേ, ആ കിടക്കണ കിടത്തത്തിൽ എന്ത് അനല്ലോ, ഞാൻ തന്നെയാണ് അള്ളാന്ന്. പോരെ, അതിലും വലിയ പിരാന്ത് വേറെന്താ? നിസ്കരിക്കാതെ നോമ്പ് നോൽക്കാതെ മൽച്ചട്ടി കിടക്കണ ഒരു മൂച്ചി പിരാന്തം പറയാണ് അനല്ലോ, ഞാൻ തന്നെയാണ് അല്ലോ. എങ്ങനെയുണ്ട്? അപ്പൊ അതിനേക്കാളും വലിയ പിരാന്ത ഇളകിയോള് പറയാണ്
അല്ലാന്ന് മാത്രം പറഞ്ഞാ പോരാ, മുദബ്ബിറുൽ ആലം. എങ്ങനെയുണ്ട്? ആലം 18,000 പോറ്റുന്നയാളാണ് ഇപ്പറഞ്ഞ പിരാന്തൻ. അത് ആളുകളാണ്ട് വിശ്വസിക്കുകയാണ്. അതിലിവിടെ തർക്കം നടക്കുകയാണ്. ഇത് കേട്ട് മടുത്തപ്പോ ആ കൂട്ടത്തിലുള്ള ആൾക്കാരെന്നെ തിരിച്ചു ചോദിച്ചാലും തുടങ്ങി, അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോന്ന്. ആലോചിച്ച് നോക്കണം നിങ്ങള്. മുദബ്ബിറുൽ ആലം എന്നൊക്കെ പറയാൻ എങ്ങനെ പാടുണ്ടോ എന്നായി. ആരാണ് മുദബ്ബിർ? അവനാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും പോറ്റുകയും പരിരക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന റബ്ബ്. എന്തേ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ആരാണ് റബ്ബ് എന്ന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് 5 നേരത്തെ നമസ്കാരത്തിൽ 17 പ്രാവശ്യം നിർബന്ധമായും പറയുന്ന ഒരു സത്യവിശ്വാസി ഇത് അറിയാതെ പോവുകയാണ്. ആരാണ് റബ്ബ്? ആരാണ് മുദബ്ബിർ? ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികുസ് സമഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംർ فسيقولون الله قل فلا تتقون. قل നബിയെ പറയുക, ആ ആളുകളോടൊന്ന് ചോദിച്ചു നോക്കുക, മയ്യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും നിങ്ങൾക്ക് റിസ്ക് ഉപജീവനം നൽകുന്നവൻ ആരാണ്? നിങ്ങളുടെ കാഴ്ചയും കേൾവിയും ഉടമപ്പെടുത്തുന്ന ശക്തി വിശേഷം ഏതാണ്? ആരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്, ജീവനില്ലാത്തതിൽ നിന്ന് ജീവനെ പുറത്തു കൊണ്ടുവരികയും വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നവൻ ആരാണ്? വമൻ യുദബ്ബിറുൽ അംർ, സർവ സംഗതികളെയും നിയന്ത്രിക്കുന്നവൻ ആരാണ്? ഇത് ആരോട് ചോദിക്കാനാ പറഞ്ഞേ? മക്കയിലുള്ള കൊടിയ മുശ്രിക്കുകളോടൊന്ന് ചോദിച്ചു നോക്കി. അവരെ ഉത്തരം പഠിച്ചോ നമുക്ക് പറഞ്ഞു. ഫസയഖൂലൂനല്ലാഹ്, ആ മക്കാ മുശ്രിക്കുകളെ ഉത്തരം അത് അള്ളയാണ് എന്നാ. പക്ഷേ നമ്മളെ ആൾക്കാർ പറയണതോ അത് മടവൂർ ശിക്കാണ്. എങ്ങനെയുണ്ട്? എവിടെ ശിർക്ക് കൂടുതൽ? മക്കാ മുശ്രിക്കീങ്ങളെ പിന്നിലാക്കുന്ന ശിർക്ക് ഇനിയുണ്ട് കേട്ടോ. മക്കാ മുശ്രിക്കീങ്ങള് കടലിൽ യാത്ര ചെയ്യുമ്പോഴേ കപ്പലിന്റെ നിയന്ത്രണം ഇങ്ങനെ പോകുമ്പോ കപ്പിത്താൻ പറയൂത്രേ, അഖ്ലിസു, നിങ്ങള് മറ്റെല്ലാ ഇലാഹുകളെയൊക്കെ ഒഴിവാക്കിയിട്ട് ഏകനായ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിച്ചോളി, ഇത് കടലാണ്, രക്ഷ കിട്ടണോ ഇപ്പൊ റബ്ബിനെ വിളിച്ചോളി എന്ന് കപ്പിത്താൻ പറയുന്ന അബൂജഹലിന്റെ മോണ്ടല്ലോ ഇക്രിമത്ത് ബിനു അബീജഹില് മുസ്ലിം ആകാനുള്ള കാരണം അതാ. മക്കം ഫത്തഹിന്റെ അന്ന് ഇഞ്ഞിവിടെ നിന്നാ ശരിയാവൂല എന്ന് വിചാരിച്ച് കഴിച്ചിലായ ആളാ. അവസാനം കടലില് കാറ്റും കോളും വന്ന് കപ്പൽ മറിയുമെന്ന അവസ്ഥ വന്നപ്പോ കപ്പിത്താൻ വിളിച്ചു പറഞ്ഞു, നിങ്ങളെല്ലാ ഇലാഹുകളെയും ഒഴിവാക്കിയിട്ട് റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചോളിട്ടോന്ന്. അപ്പോഴാണ് ഇക്രിമത്ത് ബിനു അബീജഹലിന്റെ ബൾബ് കത്തിയത്. ഇക്രിമത്ത് ഇങ്ങനെ ആലോചിച്ചു, അല്ല തന്നെയല്ലേ ഇപ്പം മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരുന്നത്? കടലിലും കരയിലും ഈ റബ്ബ് പോരെ, ഞാൻ എന്തിനാണ് പിന്നെ മക്ക വിട്ടിങ്ങട്ട് ഓടിപ്പോന്നത്? അയാളിപ്പോൾ കപ്പലിലാളുടെ ഇക്രിമത്ത് ബിനു അബീജഹൽ പിന്നീട് മുസ്ലിമായി. അവിടെ വെച്ചൊരു ശപഥം ചെയ്യുന്നുണ്ട് ഇക്രിമത്ത്. എന്താണത്? ഈ കപ്പൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും എനിക്ക് മക്കയിലേക്ക് തിരിച്ചു പോകാൻ അവസരം ലഭിക്കുകയും ചെയ്താൽ ഞാൻ നേരെ മക്കയിലേക്ക് പോയിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് ഇരുന്നിട്ട് എൻ്റെ വലത്തെ കൈ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ മുസ്ലിമാകും. ആ കപ്പൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു.
അങ്ങനെയാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു മുസ്ലിമാകുന്നത് എന്ന് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്ന ചരിത്രമാണ്. ആ ഒരു അബൂജഹലിന്റെ മോന്റെ അല്ലെങ്കിൽ ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ബുദ്ധി പോലും നമുക്കിപ്പോഴും വെക്കണില്ല. നമ്മളിപ്പോഴും ഈ ആലം 18,000 പോറ്റിന് ആരാന്ന് തർക്കിച്ചുകൊണ്ട് നടക്കുക എന്ന് വെച്ചാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് 5 നേരത്തെ നമസ്കാരത്തിൽ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ 1-ാമത്തെ വചനത്തിന്റെ അർത്ഥം പോലും അറിയാത്തവരായി മുസ്ലിം ഉമ്മത്ത് മാറി എന്നത് നമ്മുടെ വലിയ ഒരു പരാജയമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കേണ്ടായി, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബ് അഖ്വാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ വേദഗ്രന്ഥം കൊണ്ട് ഒരു ജനവിഭാഗത്തെ ഉയർത്തും, വയളഉ ബിഹി ആഖരീൻ, വേറൊരു വിഭാഗത്തെ ഇകഴ്ത്തും, താഴ്ത്തിക്കളയും. നമ്മൾ ഖുർആൻ കൊണ്ട് ഉയർന്ന പദവിയിലെത്തിയ ഖുർആൻ പഠിച്ച ആളുകളാണോ അതല്ല ഖുർആൻ മനസ്സിലാക്കാതെ പോയ അധമരായി ജീവിക്കുന്ന ആളുകളാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അൽ ഖുർആനു ശാഫിഉൻ മുശഫഉൻ. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഒരു സത്യവിശ്വാസിക്ക് നാളെ പരലോകത്ത് ശുപാർശ പറയുകയും ആ സത്യവിശ്വാസി സത്യപ്പെടുത്തുകയും അതുപോലെ തന്നെ അവന് അനുകൂലമായി വാദിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥമാണ്. വമൻ ജഅലഹു അമാമ ഖാദഹു ഇലൽ ജന്ന. ആ വിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ട് അതംഗീകരിച്ച് ജീവിക്കാൻ, അതിനെ തന്റെ ഗൈഡായി അംഗീകരിക്കാൻ ഒരു മുസ്ലിം തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖാദഹു ഇലൽ ജന്ന. ആ ഖുർആൻ നമ്മളെ സ്വർഗ്ഗത്തിലേക്കാണ് നയിക്കുക. അതേ സമയത്ത് വമൻ ജഅലഹു ഖൽഫ ളുഹരി, ആ ഖുർആൻ പഠിക്കാതെ, ഖുർആൻ മനസ്സിലാക്കാതെ, ഖുർആനിന്റെ ആശയം സ്വീകരിക്കാതെ അതിനെ എങ്ങാനും നമ്മളുടെ പുറകോട്ട് ഉപേക്ഷിച്ചിടുകയാണെങ്കിലോ സാഖഹു ഇലന്നാർ, ആ ഖുർആൻ നമ്മെ നയിക്കുക നരകത്തിലേക്കാണ്. വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. ഖുർആൻ എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം തന്നെ വായിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വായിക്കപ്പെടേണ്ടത് എന്നാണ്. ആ ഖുർആനുമായി നിത്യം നമുക്കൊരു ബന്ധമുണ്ടാകണം. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. ഇന്നും ആ വിശുദ്ധ ഖുർആൻ ജനകോടികളുടെ മനസ്സിൽ ഹൃദിസ്ഥമാക്കപ്പെട്ടിട്ടുണ്ട്. ലോകത്ത് വേറൊരു വേദഗ്രന്ഥവും അതുപോലെ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരാൾ ഒരു ഹർഫ് തെറ്റി ഓതിയാൽ മതി, അത് മനസ്സിലാക്കാൻ കഴിവുള്ള, അത് ഖുർആൻ നന്നായി ഹൃദിസ്ഥമാക്കിയ കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇവിടെ ഉണ്ട്. അതുപോലെ വേറൊരു ഗ്രന്ഥത്തിന് അവകാശപ്പെടാൻ പറ്റൂല. ആ ഖുർആനാകണം നമ്മളെ ഇമാമ്. അങ്ങനെ ഖുർആനെ ഇമാമാക്കിയ ഒരു സമൂഹത്തിനെ ജയിക്കാൻ പറ്റിയിട്ടുള്ളൂ. അല്ലാമ ഇഖ്ബാൽ പറയുകയുണ്ടായി ജവാബെ ശക്വയില്, वो जमाने में मुअज़्ज़ज़ थे मुसलमान होकर. ആ പഴയ മുസ്ലിം ഉമ്മത്ത് വിജയം വരിച്ചത്, അവർക്ക് ഇസ്സത്തോടെ ജീവിക്കാൻ കഴിഞ്ഞത് അവർ ഖുർആൻ അനുസരിച്ച് ജീവിച്ചപ്പോഴാണ്. ഓർത്തും ഖാറുയേ താരിഖേ ഖുർആൻ ഹോക്കർ. പക്ഷേ ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താണ്? അവർ ഖുർആൻ ഉപേക്ഷിച്ചു. അതുകൊണ്ട് തന്നെ അവർ പതിതരായ ഒരു ഉമ്മത്തായി മാറി. ഈ ഖുർആൻ നമ്മളുടെ കയ്യിലുള്ളിടത്തോളം കാലം നമ്മെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ആ ഖുർആൻ പഠിക്കുവാനുള്ള അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇപ്പം നമ്മളെ വീട്ടിലൊക്കെ തഫ്സീറുണ്ടല്ലോ, വായിച്ചാൽ പോരെ എന്ന് വിചാരിച്ചിരുന്നുകൊണ്ട് കാര്യമില്ല.
പഠനത്തിന് ഒരു പിന്നെ 4-5 കാര്യങ്ങൾ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ഒന്ന് സക്കാത്ത്. അദ്ദേഹം പഠിപ്പിച്ച ഒരു കവിത ഉണ്ട്. സക്കാഉൻ വഹിർസുൻ വസ്തിബാറു വബുൽഗത്തുൻ വഇർശാദു ഉസ്താദിൻ വതൂലു സമാനി. സക്കാഉൻ എന്താ വേണ്ട പഠിക്കാൻ? സക്കാത്ത് ഇന്റലിജൻസ്, കുറച്ചൊരു ബുദ്ധി വേണം. അൽഹംദുലില്ലാ നമ്മളാരും വന്ന ബുദ്ധികളല്ല. അതുകൊണ്ട് ഇനി എനിക്ക് അതിനകത്തൊന്നും ബുദ്ധിയില്ല എന്നല്ലാണ്ട് പിന്നിക്ക് കണ്ട ഉണ്ട്. നമുക്ക് എല്ലാവരും കഴിയും, ബുദ്ധി ഉണ്ട്, സാമർഥ്യമുണ്ട്. വഹിർസുൻ വേറൊന്ന് വേണ്ടത് ഇൻട്രസ്റ്റാണ്. എന്നുവെച്ചാൽ താല്പര്യം വേണം പഠിക്കാൻ. നമുക്ക് താല്പര്യമുള്ള ഏത് സംഗതി നമ്മൾ പഠിച്ചെടുക്കും. ഒരു ബിരിയാണി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം മസാലയും യോഗവും അതിലൊക്കെ ഉണ്ട്. അല്ലാതെ അതിൻ്റെ ഇതൊന്നും മനസ്സിലാക്കാതെ കുറേ നെയ്യും കുറേ ബസുമതി റൈസും പിന്നെ ചെമ്പും വെള്ളവും മറ്റുള്ളതുകൊണ്ട് ബിരിയാണി ആവുമോ? ഇല്ലല്ലോ. അത് ഓരോന്നും എപ്പോൾ എങ്ങനെ ചേർത്ത് ഇളക്കി വേവിച്ച് റെഡിയാക്കണം എന്ന് പഠിച്ചിരിക്കണം. ഇപ്പോൾ ബിരിയാണിയൊക്കെ അറിയാത്ത പോലെ ആരാ അവിടെ ഉള്ളത്? ആരുമില്ല. ഒരു മൊബൈൽ കയ്യിൽ കിട്ടിയാൽ മതി. നമ്മൾ ആ ഇൻട്രസ്റ്റ് കൊണ്ട് അപ്പോഴേ നമ്മൾ പഠിച്ചു അത് എങ്ങനെ തോണ്ടണം, എവിടൊക്കെ മാന്തണം എന്നുള്ളത്. ആ നല്ല ഇപ്പം വളർന്നു വരുന്ന തലമുറയോട് ചോദിച്ചെങ്കിലും നമ്മൾ പഠിക്കും. അവിടെ നമ്മൾ പിന്നെ ചെറിയ കുട്ടിയല്ലേ എന്നൊന്നും നോക്കൂല. കാരണം നമ്മളെക്കാൾ മുന്നിലാണ് കുട്ടികൾ ഈ രംഗത്ത്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്, നമ്മൾ പഠിച്ചു. അപ്പോൾ താല്പര്യം വേണം, എന്നാ പഠിക്കാൻ പറ്റും. വസ്തിബാറുൻ പിന്നെ പഠനത്തിന് വേണ്ടത് എന്താണെന്നറിയോ? അല്പം ഒരു സഹനാണ്. ഇവിടെ കുഞ്ഞലവി സാഹിബ് പറഞ്ഞ് പിന്നെ നേരത്തെ ഉണ്ടായിരുന്നു, ഇവിടെ കുറേ കാലം ഉണ്ടായിരുന്നു, പിന്നെ നിലച്ചുപോയി. അങ്ങനെ പാടില്ല. ഒരു 6-7 കൊല്ലം അരിപ്രയിൽ ഖുർആൻ ലേണിങ് ഞാൻ നടത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ വളരെ നല്ല ക്ലാസ്സായി. ഇന്നും നടക്കുന്നുണ്ട്. അരിപ്രക്കാർ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് വേണ്ടത് അതിനോട് ബാക്കി കാര്യങ്ങളൊക്കെ കണ്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ അതിനു വേണ്ടി സമയം കണ്ട് അല്പമൊന്ന് പിന്നെ സഹിക്കുക. ഈ ഇസ്തിബാറില്ലാത്തവന് പഠിക്കാൻ കഴിയൂല. പഠിക്കാൻ നല്ല പോലെ ഒന്നിനും പറ്റൂല. ഇത് എത്ര കൊല്ലത്തെ കോഴ്സ? 5 കൊല്ലം ആവും. എൻ്റെ അമ്മേ 5 കൊല്ലമൊന്നും എന്നെ കൊണ്ടാവില്ല. ഞാൻ വേണമെങ്കിൽ 1 കൊല്ലത്തെ വരാം. എന്നിട്ടോ ഓനാണ്ട് വയന്ന് ഇങ്ങനെ അടക്കുക. കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഇസ്തിബാർ വേണം പഠിക്കുന്ന ഒരു കുട്ടിക്ക്. അത് ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും. വബുൽഗത്തുൻ പഠിക്കാനുള്ള ഒരു സാഹചര്യം, സബ്സ്റ്റനൻസ് ആണത്, അതും ഉണ്ടാകണം. അപ്പോൾ ഈ കാര്യങ്ങളുടെ കൂടെ ഇത് മാത്രം ഉണ്ടായാൽ പോരാ, വളരെ സുപ്രധാനമായ ഒരു സംഗതി കൂടെ ഉണ്ടാകണം. അതാണ് നമ്മളുടെ ഈ ഖുർആൻ ലേണിംഗ് ക്ലാസ്സുകളുടെ വളരെ സവിശേഷമായ ഒരു സംഗതി. അതെന്താണ്? വഇർശാദു ഉസ്താദിൻ വതൂലു സമാനി. ഒരു ഉസ്താദിൻ്റെ ഗൈഡൻസ് ഉണ്ടാകണം. അല്ലെങ്കിൽ ചിലപ്പോൾ അത് തപ്പാൽ വഴി നീന്തം പഠിച്ച മാതിരിയാവും. തപ്പാൽ കൂടി നീന്തം പഠിച്ച അങ്ങനെ ഉണ്ടാവും. കുളത്തിൻ്റെ അടുത്ത് ചെല്ലുക. കുളത്തിൻ്റെ അടുത്ത് ചെന്നു അടുത്ത് നോക്കുക. അപ്പം അതിലെന്താ എഴുതിക്കണത്? തോർത്തുണ്ട് മാറ്റുക. തോർത്തുണ്ട് മാറ്റി. ഇനിയോ എടുത്ത് ചാടുക. അങ്ങനെ ഒടുക്കത്തെ ചാട്ടാവുക. എന്നിട്ടങ്ങനെ കൈ ഇങ്ങനെ വെച്ച് നീന്തുക എന്ന് പറഞ്ഞാൽ ഓനെ നീന്തം പഠിച്ചപ്പോൾ ഇല്ല. അവിടെ എന്ത് വേണം? ഒരു ഇർഷാദ് ഉസ്താദ് വേണം. ഇല്ലെങ്കിൽ ഓൻ വെള്ളം കുടിച്ച് ജീവൻ പോകും. അതേമാതിരിയാ നമ്മളൊക്കെ ഉണ്ട്. പക്ഷേ ഇർഷാദ് ഉസ്താദ് സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ അത് മുന്നോട്ട് പോകൂല, അത് സക്സസ് ആവൂല. അതുകൊണ്ട് ഒരു ഇർഷാദ് ഉസ്താദ്, ഒരു അധ്യാപകന്റെ ഗൈഡൻസ് വേണം. വതൂലു സമാനി പഠനത്തിന് വളരെ പ്രാധാന്യപൂർവ്വം ഉണ്ടാകേണ്ട മറ്റൊരു സംഗതിയാണ് എന്ത്? തൂലു സമാൻ. ഒരു ദീർഘമായ കാലം, ഒരു സഫിഷ്യൻറ്റ് ടൈം പഠനത്തിന് അത്യാവശ്യം. അപ്പോൾ ഇൻട്രസ്റ്റ് വേണം, ഇൻ്റലിജൻസ് വേണം, സബ്സ്റ്റനൻസ് വേണം, പിന്നെ ഇർഷാദ് ഉസ്താദിൻ
ഒരു ഉസ്താദിന്റെ ഗൈഡൻസ് വേണം. അതിനൊരു കൃത്യമായ സഫിഷ്യന്റ് ടൈം വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലേ പഠന പ്രക്രിയ മുന്നോട്ട് പോകൂ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഖുർആൻ പഠിക്കുക എന്നത് നമ്മുടെ നിർബന്ധ ബാധ്യതയായി നമ്മൾ കണക്കാക്കണം. അത് നമുക്ക് ശരിയായ മാർഗത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഈ പ്രസ്ഥാനത്തിന് വേരോട്ടം കിട്ടുകയും മുസ്ലിം ഉമ്മത്തിന് അധമ ചിന്താഗതികളിൽ നിന്ന്, അവസ്ഥയിൽ നിന്ന് അല്പമൊക്കെ നേട്ടം കിട്ടുകയും ചെയ്യാനുള്ള കാരണം ഖുർആൻ പഠനമാണ്. അടുത്ത കാലം വരെ, ഇപ്പം അടുത്ത ഇതൊന്നും നമുക്കറിയില്ല, അടുത്ത കാലം വരെ നമ്മളുടെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ സർക്കാർ തലത്തിലും മറ്റും ഉദ്യോഗത്തിലുണ്ടായിരുന്ന ഒരു പ്രദേശം അരീക്കോടയിൽ, മലപ്പുറം ജില്ലയിൽ. അതുപോലെ വേറെ ഒരു പ്രദേശം ഉണ്ടായിരുന്നില്ല. എന്താ കാരണം എന്ന് നിങ്ങൾ, അവിടെ NV അബ്ദുസ്സലാം മൗലവിയുടെ ഖുർആൻ പഠന ക്ലാസ്സായിരുന്നു. ഒരു ഇമ്പിച്ചാലി എന്ന് പറയുന്ന ആള്, അയാളുടെ അനുഭവം പറയുന്നുണ്ട്. അയാളിങ്ങനെ സലാം മൗലവിയുടെ വീടിൻ്റെ അടുത്തുകൂടി ഇങ്ങനെ ഇടവഴിയിലൂടെ പോകുമ്പോൾ സലാം മൗലവി ക്ലാസ് എടുക്കുന്നുണ്ടാവും, ആളുകൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടാവും. അത് കേൾക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ആ ഇടവഴിയിലൂടെ അപ്പോൾ വേഗത്തിലാണ് നടന്നു പോകുന്ന അയാള് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം എന്ന നിലക്ക് അയാള് ആ നടക്കണ നടത്തത്തിൽ ഇങ്ങനെ കേൾക്കുകയാണ് ഒരായത്ത് വിശദീകരിക്കുന്നത്. ഏതാത്? സൂറത്തു സുമറിലെ അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. അദ്ദേഹം അവിടെ തന്നെ നിന്നു, കാണാത്ത കോലത്തിൽ അവിടെ നിന്നു. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, ഒരടിമക്ക് അള്ള പോരേ എന്നുള്ളതാണ് വിശദീകരിച്ചു കൊടുക്കണത്. وَيُخَوِّفُونَكَ بِالَّذِينَ مِن دُونِهِ وَمَن يُضْلِلِ اللَّهُ فَمَا لَهُ مِنْ هَادٍ. അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് പറഞ്ഞിട്ട്, മഹാന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് നിന്നെ പേടിപ്പിക്കാനാണ് അവർ ശ്രദ്ധിക്കുക. എന്നാൽ ഒരടിമക്ക് അള്ള പോരെ? ആ ചോദ്യം ഇപ്പം മുസ്ലിം ഉമ്മത്തിലെ ബഹുഭൂരിപക്ഷ ആൾക്കാരോട് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും. മതിയോ? അള്ള മതിയോ? ഒരു സംശയത്തിൽ ഇങ്ങനെ വെക്കും. അള്ള മതിയെന്ന് പറയില്ല. അവിടെയാണ് ഇദ്ദേഹം പറയുന്നു, ഈ ആയത്തിന്റെ വിശദീകരണം കേട്ടപ്പോ പിറ്റത്തെ ക്ലാസ്സും അദ്ദേഹം ഇടവഴിയിൽ മറിഞ്ഞെന്ന് കേട്ടു. അങ്ങനെ അദ്ദേഹം ആണ്ട് അകത്തേക്ക് കയറി ഇരുന്ന് കേൾക്കാൻ തുടങ്ങി. അപ്പോ ഒരിക്കൽ സ്ഥിരമായി മൗലൂദിൻ്റെയും അദ്ദാദിൻ്റെയും റാത്തീബിൻ്റെയും ഒക്കെ സദസ്സിൽ വളരെ സജീവമായി നിലകൊണ്ടിരുന്ന ഈ മനുഷ്യൻ അതിനൊന്നും കാണാതായപ്പോൾ ഒരിക്കണ്ട് പാടത്തരമ്പത്ത് കൂടി കൊടയും ചൂടിയിട്ട് അവിടുത്തെ ജുമാഅത്ത് പള്ളിയിലെ ഉസ്താദ് ഇങ്ങനെ വരുന്നു. ഈ ഇമ്പിച്ചല്ലി എന്ന് പറയുന്ന ആള് നേരെ എതിർ ദിശയിലൂടെ ഇങ്ങോട്ടും വരുന്നു. വരമ്പായതുകൊണ്ട് ഇന്നത്തെ മാതിരി റോഡല്ലല്ലോ, കണ്ടത്തേക്ക് ചാടാനും പറ്റ. അതുകൊണ്ട് മൂപ്പര് അവിടെ ഇങ്ങനെ നിന്ന് സ്റ്റക്കായി. ഉസ്താദ് ചോദിച്ചുത്രേ, അല്ലമ്പിച്ചലിയെ അന്നപ്പ കാണലില്ലല്ലോ, ഇതിന് മൗലൂദിന് അദ്ദാദിന് റാത്തീബിന്. അപ്പം മൂപ്പര് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. എന്തായിരുന്നു ചോദ്യം എന്നറിയോ? ഞാൻ ചോദിക്കട്ടെ ഉസ്താദെ, ഖുർആനില് അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ എന്ന് പറഞ്ഞിട്ട് ഒരു ആയത്തുണ്ടോന്ന്. ഉസ്താദ് പറഞ്ഞേല്ലാതെ, നിങ്ങൾ അതിൻ്റെ മയനൊന്നിന് വെച്ച് കെട്ടിക്കാണിയാണ്. മൂപ്പര് മയന വെച്ചിട്ടു. ഒരടിമക്ക് അള്ള പോരെ എന്നാണ്. അതിനെന്ത്? അതിനൊന്നുമില്ല, ഇമ്പിച്ചലിക്ക് അള്ള മതി, എനിക്ക് ഇനി മുതൽ അള്ള മതി. അതുകൊണ്ട് എൻ്റെ പേര് നിങ്ങൾ ഉസ്താദിന് വെട്ടിക്കാളിയാണ്. ഇതിൽ അദ്ദാദിൻ്റെയും റാത്തീബിൻ്റെയും മൗലൂദിൻ്റെയും മാലപ്പാട്ടിൻ്റെയും ഒക്കെ സാസന്ന് എൻ്റെ പേരാണ് വെട്ടിക്കാളി, എനിക്ക് അള്ള മതി എന്നുള്ളടത്ത് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഹലാസ്. ഞാൻ പെരുമ്പറമ്പ് അരിക്കോട്ട് നിന്നാണ്ട് എടവണ്ണപ്പാർക്ക് പോകുന്ന വഴിയുണ്ട്, പെരുമ്പറമ്പ്. ഇതേമാതിരി വയലിൽ ഈ കഥ ഇങ്ങനെ പറഞ്ഞപ്പോൾ കുറച്ചൊരു പ്രായമുള്ള ആള് വയലൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ആ പറഞ്ഞ ആൾ എൻ്റെ മൂത്താപ്പേന്. അവ നമ്മളിത് പറയുമ്പോൾ പേടിച്ചാണ് പറച്ചിൽ. കാരണം ഈ ആളിന് നമ്മൾ കണ്ടിട്ടില്ലല്ലോ.
അപ്പോൾ അവസാനം മൂപ്പര് കൈയുടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ആ പറഞ്ഞ ആളുണ്ടല്ലോ അത് എൻ്റെ മൂത്താപ്പയായിരുന്നു. ആണ് ഇന്നും അരീക്കോട് വിദ്യാഭ്യാസ രംഗത്ത് വളരെ മുമ്പന്തിയിലാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മുമ്പൊരു മാനുവൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ശിശുമരണം കൂടുതൽ എവിടെയെന്ന് അറിയുങ്ങൾ കുറവ് ഈ അരീക്കോട് ഒരു കാലത്തെ ഏറ്റവും കുറവ് ഈ അരീക്കോട് പ്രദേശത്ത്. അരീക്കോടിൻ്റെ അടുത്ത് പുഴ ഉണ്ട്. ആ പുഴ അപ്പുറത്തേക്ക് കടന്നാൽ ആ സ്ഥലത്തിൻ്റെ പേര് മൈത്ര എന്നാണ്. അവിടെ നമുക്ക് വെള്ളറിയാനൊന്നും അടുത്ത കാലത്ത് വരെ അവസരം ഉണ്ടായിരുന്നില്ല. പെട്രോൾ മാക്സൊക്കെ ആയിട്ട് നമ്മളെ മൂസാ സുല്ലമിയൊക്കെ ഉള്ള കാലത്ത് മൈത്രയിലേക്ക് വയല് പറയാൻ പോയ ഒരു കഥ നമ്മുടെ പ്രസിദ്ധീകരണത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു ഇത് മൈത്രയാണ്, നിങ്ങളെ വയല് ഇവിടെ പറ്റൂല. അപ്പോൾ നമ്മളെ ആൾക്കാർ ചോദിച്ചു, അപ്പോൾ ഇത് ഇന്ത്യയല്ലേ? മൈത്രയാണ് പറഞ്ഞപ്പോൾ അപ്പോൾ ഇത് ഇന്ത്യയല്ലേ എന്ന് ചോദിച്ചു. ഇത് മൈത്രയാണ്, ഇവിടെ പറയാൻ പറ്റൂല. അങ്ങനെ പിന്നെ മൈത്രക്കാരിപ്പുറത്ത് വയൽ പറയാൻ അയച്ചില്ല. മൈത്രക്കാരിപ്പുറത്ത് വയൽ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോൾ ഇവിടെയും പറയാൻ പറ്റൂല, ഇത് ഇന്ന സ്ഥലമാണെന്ന് ഇവരും പറഞ്ഞു. അപ്പോൾ അവരെ പത്രത്തിൽ വലിയ വെണ്ടക്ക അക്ഷരത്തിൽ വന്നു, നോർത്ത് ഗുണ്ടായിസാണ്. അപ്പോൾ നമ്മളെ പത്രത്തിൽ തിരിച്ചു ചോദിച്ചു, ഞാനിപ്പോഴും അടിങ്ങനെ വായിച്ചിട്ടുണ്ട്, മൈത്രയിൽ ഗുണ്ടായിസം. ഇപ്പുറത്ത് എന്തായിരുന്നു ആ സ്ഥലം? ഒതായി അല്ല, അപ്പുറത്ത് എന്തായിസം എന്നാണ് ചോദിച്ചത്. അതിന് എന്തെന്നാ പേര് പറയാ? അങ്ങനെയൊക്കെ നടന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു പ്രസിദ്ധീകരണത്തിൽ പ്രത്യേകം പരാമർശിച്ചു, ഇവിടെ ഇങ്ങനെ ഈ അരീക്കോട് ഭാഗത്ത് ശിശുമരണം കുറയാൻ കാരണം അവിടെ അഭ്യസ്ത വിദ്യരും ഭൗതിക വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരുമായ വഹാബി മൂവ്മെൻറ്റിൻ്റെ ആളുകളാണുള്ളത്. അന്ന് മുജാഹിദ് പ്രസ്ഥാനം എന്നൊന്നുമല്ല അവർ എഴുതിയേ, ബ്രിട്ടീഷുകാർ വഹാബി മൂവ്മെൻ്റ് എന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞത് അങ്ങനെയാണ്, ഇത് വഹാബി മൂവ്മെൻറ്റിൻ്റെ ആളുകളാണ് പുറത്തുള്ളത്, അവർക്ക് ഇന്ന രംഗത്തൊക്കെ വലിയ കാഴ്ചപ്പാടുണ്ട്. അങ്ങനെ അവരുടെ പുരോഗതി പറഞ്ഞു. അപ്പുറത്ത് പുഴൻ്റെ അക്കരെ അവർ വിദ്യാഭ്യാസത്തെ പോഷിപ്പിക്കാത്തവരാണ്, അവിടെ ശിശുമരണം കൂടുതലാണ്. ഇത് ഞാൻ പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ, ഭൗതിക രംഗത്ത് ഒക്കെ ഒരുപാട് മേന്മ അവകാശപ്പെടാൻ പറ്റി മുസ്ലിമീങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായപ്പോൾ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഖുർആൻ പഠന പരിപാടി ഒരു വൻ വിജയമാക്കി തീർക്കുമാറാകട്ടെ. അതിന് ഇവിടെയുള്ള മുഴുവൻ സഹോദരീ സഹോദരങ്ങളും പ്രായഭേദമന്യേ, ഖുർആൻ പഠിക്കാൻ പ്രായം ഒരു തടസ്സമല്ല, അതുകൊണ്ട് പ്രായഭേദമന്യേ ഖുർആൻ പഠിക്കാൻ, അതിൻ്റെ ആശയം ഉൾക്കൊള്ളാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചത്, യാ അയ്യുഹന്നാസ്, മനുഷ്യ സമൂഹമേ, ഖദ് ജാഅതുകും മൗഇള, അല്ലാഹുവിൽ നിന്നുള്ള ഒരു സതുപദേശമാണ് നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നത്. മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന്, വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ രോഗങ്ങൾക്കുമുള്ള ഒരു സിദ്ധ ഔഷധവുമാണ് ഈ വിശുദ്ധ ഖുർആൻ. വഹുദൻ, ഇത് നിങ്ങളെ നേർമാർഗത്തിലാക്കുന്ന, ഹിദായത്തിലാക്കുന്ന ഒരു വഴികാട്ടിയാണ്. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, വിശ്വസിച്ച ആളുകൾക്ക് അല്ലാഹുവിൽ നിന്നുള്ള അപാരമായ ഒരു അനുഗ്രഹവുമാണ്. ആ അനുഗ്രഹത്തെ, ആ ഗൈഡൻസിനെ, ആ ശിഫാഇനെ, ആ ശമനത്തെ ഒക്കെ ഉൾക്കൊള്ളാൻ നാം തയ്യാറാവുക. ഖുർആനിനെ നാം നെഞ്ചേറ്റുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആനിനെ മുന്നിൽ വെക്കുകയും അതനുസരിച്ച് മുന്നോട്ട് നടക്കുകയും ചെയ്യുന്ന ശരിയായ
വിശ്വാസികളുടെ കൂട്ടത്തിൽ, മുഅ്മിനുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ശരിയായ ഉമ്മത്തിൻ്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ അൽ ഖുർആന റബീഅൽ ഖുലൂബിനാ وشفاء وجلاء لصدورنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والسلام عليكم ورحمة الله وبركاته.